കർത്താവിന് സ്തോത്രം. എല്ലാ ദൈവമക്കളെയും ഒരിക്കൽ കൂടെ യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന വിഷയത്തിൻ്റെ എത്ര വിഷയങ്ങൾ നമ്മൾ കവർ ചെയ്ത് നോക്കി. ഇതൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങളിത് എല്ലാ ആഴ്ചയിലും ഇത് കേൾക്കാറുള്ളതാണ്. നോക്കി എവിടെ വരെ പഠിച്ചു എന്നുള്ളത്, എത്ര സ്ലൈഡ്സ്, എത്ര ദൈവവചനത്തിൻ്റെ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. നമ്മൾ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയാണ്, എങ്ങനെയാണ്, 33-ാമത്തെ സ്ലൈഡാണ് അല്ലേ, എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ലൈഫിൽ വിടുതലുകൾ കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ലൈഫിൽ വിടുതലുകൾ കിട്ടുന്നത്. ഒരിക്കൽ കൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ വിഷയമാണ്. സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ കണ്ടു. ദൈവത്തിൻ്റെ കാവൽ ഒരു വ്യക്തിയുടെ കൂടെ ഉണ്ട്. ദൈവത്തിൻ്റെ കാവലുണ്ട്. ദൈവത്തിൻ്റെ കാവൽ ബൈബിളിൽ ഉടനീളം ദൈവം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പോകുന്നിടത്ത് കാവൽ, വരുന്നിടത്ത് കാവൽ, നീ എവിടെ പോയാലും ദൈവത്തിൻ്റെ കാവലുണ്ട്. പക്ഷേ ചില സമയത്ത് നമ്മുടെ ലൈഫിൽ കാവലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പോലും ചില സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് അറ്റാക്കുകൾ വരുന്നുണ്ട്. ചിലരുടെ ലൈഫിൽ ഈ അറ്റാക്കുകൾ കൂടുതലാണ്. ചിലരുടെ ലൈഫിൽ അറ്റാക്കിൻ്റെ ഫ്രീക്വൻസി കുറവാണ്. ചിലരുടെ ലൈഫിൽ എവറി ഇയർ അറ്റാക്കാണ്. ചിലരുടെ ലൈഫിൽ 3 വർഷത്തിൽ ഒരിക്കലാണ്. ചിലരുടെ ലൈഫിൽ 5 വർഷം. ഇതിൻ്റെ സൈക്കിൾസ് ഉണ്ട്. അല്ലെങ്കിൽ ചിലരുടെ വർഷത്തിൽ ചിലരുടെ ജീവിതത്തിൽ എല്ലാ മാസവും ഹോസ്പിറ്റലിൽ പോകണം, എല്ലാ മാസവും പൈസ ചിലവ്. ഇങ്ങനെ വർഷങ്ങളായി ഇതിങ്ങനെ സംഭവിക്കുന്ന സംഭവങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇത്? ആത്മീക കാവൽ നഷ്ടമായതുകൊണ്ടാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ബൈബിളിൽ നിന്ന് കണ്ടു. നമ്മൾ വെളിയിൽ നിന്ന് ഒരു കഥയല്ല പഠിക്കുന്നത്, ബൈബിളിൽ നിന്ന് ആഴത്തിൽ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കാവലുണ്ട്. നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടും ഇസ്രയേലിൻ്റെ ലൈഫുമായിട്ടും അല്ലെ ദൈവോചനത്തുമായിട്ട് ബന്ധപ്പെട്ടും കാവലുകൾ ആകുന്നത് ഏതൊക്കെ തരത്തിലാണ്. കാവൽ നഷ്ടമായാൽ ദൈവം നമുക്ക് പ്രധാനപ്പെട്ട് തന്നിരിക്കുന്ന എത്ര ലെവൽ കാവല? 3 ലെവൽ കാവൽ. ഏതൊക്കെയാ കാവൽ? ഇയ്യോബിൻ്റെ ലൈഫിൽ കൂടെ നമ്മൾ പഠിച്ചു. നീ അവനും അവൻ്റെ കുടുംബത്തിനും അവനുള്ള സകലത്തിനു ചുറ്റും വേലി കെട്ടി എന്ന് പറഞ്ഞു. പക്ഷെ ഈ കാവല് നഷ്ടമായപ്പോൾ, ഇയ്യോബിന്റെ ലൈഫിലെ പോലല്ല നമ്മുടെ ലൈഫ് എന്നൊക്കെ ഞാൻ പഠിപ്പിച്ചു. കാവല് നഷ്ടമായപ്പോൾ എത്ര ലെവലിലുള്ള അറ്റാക്ക് വന്നു? 7 തരത്തിലുള്ള അറ്റാക്ക്. 6 കഷ്ടങ്ങളിൽ നിന്ന് അവൻ നിങ്ങളെ വിടുവിക്കും, 7-ാമത്തേതിലോ തിന്മ നിന്നെ തൊടുകയില്ല. 7 കഷ്ടങ്ങളിൽ കൂടെ ഇയ്യോബ് പോയി. 3 ലെവൽ കാവല് മാറിയപ്പോൾ 7 തരത്തിലുള്ള കഷ്ടങ്ങൾ. ഇതൊക്കെ ദൈവോചനത്തിൽ പഠിക്കുക. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയണം. ഓക്കെ, ഇനി നമ്മൾ കണ്ടു എന്തൊക്കെയാണ് കാവല് നഷ്ടമാകാനുള്ള പ്രധാനപ്പെട്ട റീസൺ, ഏതൊക്കെ വഴികളിൽ കൂടെ. 1-ാമത്തെ റീസൺ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. ആ വീഡിയോ നിങ്ങൾക്ക് കാണാം, അത് വളരെ ഇമ്പോർട്ടൻ്റ്. 1-ാമത്തെ റീസൺ, ചില കുടുംബത്തിൽ പാരമ്പര്യമായിട്ട് അവരുടെ വേലി പൊളിഞ്ഞു കിടക്കാം. അതുകൊണ്ട് ആ വീട്ടിൽ ജനിച്ച മക്കളുടെ എല്ലാവരുടെ ലൈഫിൽ വേലി ഇല്ലാതെ അവരുടെ യാത്ര. ആ കുടുംബത്തിൽ വേലി തകർന്നു കിടക്കുക, വേലിയില്ല. അതിനർത്ഥം ഒട്ടും പ്രൊട്ടക്ഷൻ ഇല്ലെന്നല്ല. എവിടെയൊക്കെയോ ചില മേഖലകളിൽ ഒന്നുകിൽ അവരുടെ പൊസഷനിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കുടുംബജീവിതത്തിലേക്കായിരിക്കാം, അല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിലേക്കായിരിക്കാം. എവിടെയൊക്കെയോ അവിടെ ഇവിടെയും വേലികൾ പൊളിഞ്ഞു കിടക്കാം. ഈ വേലികൾ പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ പലതരത്തിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, ഈ ട്രഡീഷണലായിട്ട് വേലി പൊളിഞ്ഞവരുടെ ലൈഫിൽ 4 കാര്യങ്ങളെ ഞാൻ പഠിപ്പിച്ചു. എന്തൊക്കെയാണ് പഠിപ്പിച്ചേ? 1-ാമത്തെ, ഇന്നലെ കഴിഞ്ഞ ആഴ്ച എഴുതിയ നമ്മുടെ പ്രേമബ്രദർ അതെല്ലാം ടൈപ്പ് ചെയ്ത് ഗ്രൂപ്പിനകത്ത് ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 1-ാമത്തെ 4 തരത്തിലാണ് ഞാൻ പറഞ്ഞു. 1, ജീവകാലത്തിൽ അവർക്ക് എവിടെ പോയാലും നഷ്ടമായിരിക്കും. എന്തൊക്കെയായിരുന്നു അയ്യാ? ചിൽഡ്രൻസ് ലൈഫ്. ഫസ്റ്റ് ആണെങ്കിൽ അതെ, ഫസ്റ്റ് ആണോ സെക്കൻഡ്? ആ കാര്യം. 1-ാമത്തെ കാര്യം എന്തോ ഞാൻ എഴുതിയിട്ടില്ലേ? ഞാൻ 4 കാര്യങ്ങളെ പറഞ്ഞായിരുന്നു. 4 കാര്യം. ഫസ്റ്റ് എന്തോ അയ്യാ? പ്രൊട്ടക്ഷൻ ഓപ്പൺ. പ്രൊട്ടക്ഷൻ പോയി കഴിഞ്ഞാൽ ഇരുട്ടിന്റെ ശക്തികൾ മൊത്തം നിങ്ങളെ കയറി അറ്റാക്ക് ചെയ്യും. ഇരുട്ടിന്റെ ശക്തികൾ കയറി നിങ്ങളെ അറ്റാക്ക് ചെയ്യും. നിങ്ങളുടെ ലൈഫിൽ പലതരത്തിലായിരിക്കും. 1-ാമത്തെ കാര്യം. 2-ാമത്തേത്, മക്കളുടെ ലൈഫ് സ്പോയിലാകും. മക്കളുടെ ലൈഫ്
അല്ലെ? നിങ്ങളുടെ മക്കളുടെ ആ കുടുംബത്തിലുള്ളവരുടെ ലൈഫ് തോട്ട് പാറ്റേൺ എല്ലാം സ്പോയിലായിരിക്കും. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്തുവാ? നന്മകളൊന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. നന്മകളൊന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. നാലാമത്തെ കാര്യം, ഒരിക്കൽ ഡോറ് തുറന്നിട്ടുണ്ടെങ്കിൽ അത് കാര്യങ്ങൾ വന്ന് പിശാചിക ശക്തികൾ വന്ന് ബാക്കിയുള്ള ഡോറുകളും കൂടെ പൊളിക്കും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. അഭിധാനൊന്നും കഴിഞ്ഞ ആഴ്ച ഇല്ലായിരുന്നു. പാരമ്പര്യമായിട്ട് തകർന്നു പോയിട്ടുണ്ടെങ്കിൽ, ഡോറ് പൊളിഞ്ഞാ കിടക്കുന്നെങ്കിൽ ദൈവമക്കളെ, അത് ഡേഞ്ചറസാണ്. ഇനി രണ്ടാമത്തേത് എങ്ങനെയാണെന്നറിയാമോ? രണ്ടാമത്തേത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതം കേട്ടോ, നമ്മുടെ വ്യക്തിപരമായ ജീവിതം ദൈവസന്നിധിയിൽ എന്തു പറ്റുന്നറിയാമോ? കറക്റ്റായിട്ടല്ലെങ്കിൽ, പാപം, ലംഘനം, അകൃത്യം ഇതിനകത്തൊക്കെ വീണിട്ടുണ്ടെങ്കിൽ, ഏറ്റുപറയാത്തതായിട്ട് നമ്മുടെ ലൈഫിൽ കിടപ്പുണ്ടെങ്കിൽ ഇതിനെ ക്ലെയിം ചെയ്യും. നിങ്ങൾ ഒരു കാര്യം ദൈവവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കണം. ഇന്ന് തെറ്റ് ചെയ്താ നാളെ അടി വരത്തില്ല. അതാ കൃപായുഗത്തിന്റെ പ്രത്യേകത. ഇന്ന് തെറ്റ് വന്നാൽ നാളെ ശിക്ഷ വരത്തില്ല, ഒന്നും വരത്തില്ല. ഇന്ന് തെറ്റ് ചെയ്തു, ദൈവം അത് നിങ്ങൾ കറക്റ്റ് ചെയ്യാനൊരു സമയം വെച്ചിട്ടുണ്ട്. ദീർഘക്ഷമയുള്ള ദൈവം വെയിറ്റ് ചെയ്യും. കരുണ കാണിക്കും. നിങ്ങൾക്ക് അവസരം തരും. പക്ഷെ ഈ വിഷയം നിങ്ങൾ ഏറ്റുപറഞ്ഞേ പറ്റൂ. അതിനുശേഷം വേറെ ചെയ്തു, അത് ഏറ്റുപറഞ്ഞു, പക്ഷെ ഇത് ഏറ്റുപറഞ്ഞിട്ടില്ല. നോ, നീ ഏറ്റുപറയേണ്ടിയ കാര്യങ്ങൾ പർട്ടിക്കുലറി ഏറ്റുപറയണം. മനസ്സിലാവുന്നുണ്ടോ? ഈ കഴിഞ്ഞ മാസം ഒരെണ്ണം ജോലി തെറ്റ് ചെയ്തുകൊണ്ട് ചെയ്തു, ഏറ്റുപറഞ്ഞില്ല. നമ്മൾ ഈഗോടെ നിർത്താൻ നമ്മൾ ഏറ്റുപറഞ്ഞില്ല, അത് വിട്ടുകളഞ്ഞു, അതങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ ആഴ്ചയിൽ ഓരോ മിസ്റ്റേക്കുകൾ വന്നു, തെറ്റുകൾ വന്നു, അല്ലേ? ഞാൻ ചെറിയ തെറ്റുകളുടെ കാര്യമല്ല പറഞ്ഞേ, നമ്മൾക്ക് ദൈവവചനത്തിന് വെളിയിലുള്ള കാര്യം. ജഡത്തിൽ ഓരോ ദിവസവും എവിടെയെങ്കിലും ഒക്കെ ഒരു ബലഹീനതയോ ദേഷ്യമോ ഒക്കെ വരാം. ഞാൻ അതിന്റെ കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. മനുഷ്യന്റെ ലൈഫിൽ ജഡീകമായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നറിയാം. പക്ഷേ ദൈവവചനത്തിനും ദൈവപ്രമാണത്തിനും വെളിയിലുള്ളത്, കോൺസിക്വൻസ് കൊണ്ടുവരാനുള്ളത് ഏറ്റുപറഞ്ഞില്ല. എന്തുപറ്റി? യാക്കോബിന്റെ ലൈഫിൽ നിങ്ങൾ കണ്ടു. ദൈവം 21 വർഷം കഴിഞ്ഞിട്ട് ദൈവം ചോദിക്കുക, നിന്റെ പേരെന്തുവാ? എന്തിനാ ദൈവം ചോദിച്ച പേര്? അപ്പനോട് എന്തോ മാറ്റി പറഞ്ഞേ? പേര് മാറ്റി പറഞ്ഞതാ. യാക്കോബ് അനുഗ്രഹിക്കാൻ ചോദിച്ചപ്പോ എന്തോ പറഞ്ഞേ? ഏശാവ് നിന്റെ മൂത്ത മകനാന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് യാബോക്കിന്റെ കടവിൽ വെച്ച് ദൈവം എന്തോ ചോദിക്കുന്നേ? നിന്റെ പേരെന്താന്ന്? 21 വർഷം. ഇപ്പൊ ദൈവത്തിന് ആള് തെറ്റി മല്ല് പിടിക്കത്തില്ലെന്നൊക്കെ നമ്മൾ കണ്ടു. ഇനി അതുപോലെ ദാനിയേൽ പ്രവാചകൻ എത്ര വർഷം മുമ്പുള്ള തെറ്റുകൾ ഏറ്റു പറഞ്ഞേ? മിനിമം 70. ശരിക്കും പറഞ്ഞ 490 വർഷത്തിന് പുറകിലുള്ള തെറ്റുകൾ ഏറ്റു പറഞ്ഞു. നിങ്ങൾക്ക് കണക്കുകൾ മനസ്സിലായോ? എന്തോ 490 വർഷം എന്ന് പറഞ്ഞേ? ഈ 70 എങ്ങനെ കിട്ടിയേ? 70 കിട്ടിയത് എങ്ങനാ? 70 വർഷം പ്രവാസത്തിൽ പോകുമെന്ന് യെരമ്യാ പ്രവാചകൻ പറഞ്ഞു. ഈ 70 എങ്ങനെ ഇസ്രായേലിന് കിട്ടിയത്? പ്രമാണം തെറ്റിച്ചു. ഏത് പ്രമാണം തെറ്റിച്ചു? ദൈവത്തിന്റെ 7ന്റെ പ്രമാണം. ശബത്ത് ഇയർ എല്ലാ 7-ാം വർഷവും, അല്ലേ? ശബത്ത് എന്ന് പറയുന്ന ശബത്ത് ഇയർ തെറ്റിച്ചു. എല്ലാ വർഷവും, എല്ലാ 7-ാം വർഷം തെറ്റിച്ച് ടോട്ടലി എത്ര വർഷം തെറ്റിച്ചു? 490. ന്യായാധിപന്മാരുടെ കാലം തൊട്ട് തെറ്റിച്ചത് 490 വർഷമാണ്. 7 വർഷത്തിന്റെ ആ ദൈവത്തിന്റെ പ്രമാണം ഇതെല്ലാം ഞാൻ പഠിപ്പിച്ചതാ. 490 വർഷം തെറ്റിച്ചു. യെരമ്യാ പ്രവാചകന്റെ കാലം വന്നപ്പോഴും ദൈവം തിരിച്ചു വിളിച്ചു, മടങ്ങി വാ, നിന്റെ സമയമായി, മടങ്ങി വാ. ബൈബിളിലെ ചില വാക്കിനകത്ത് സമയം കിടപ്പുണ്ട്. ദൈവം ചുമ്മാ ഒന്നും ചെയ്യത്തില്ല. ദൈവം എല്ലാം ടൈം ബൗണ്ടഡാ. ദൈവം ടൈം ബൗണ്ടെന്നല്ല, ദൈവം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു സമയത്തിന്റെ. ഒരു കാര്യം ഞാൻ പറയാം. യേശു കർത്താവ്, നിങ്ങളെ പഠിപ്പിച്ചതാ, യേശു കർത്താവ് യെരുശലേമിനെ നോക്കി ക്രൂശീകരണത്തിന്റെ സമയത്ത് കരയുന്നുണ്ട്. അല്ലെങ്കിൽ യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്, യെരുശലേമേ, പ്രവാചകന്മാരെ കൊന്നവളെ,
കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ മറവിൽ മറയ്ക്കുന്നത് പോലെ നിന്നെ മറച്ചു കൊള്ളാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. നീയോ അത് അറിഞ്ഞില്ല. പക്ഷെ നിനക്ക് വേണ്ടി ദൈവം നിശ്ചയിച്ച ആ ദിവസം ഇന്നെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നാ വേർഡ്. അതെന്തുവാന്നറിയാമോ? ആ വേർഡിന്റെ അർത്ഥം ദാനിയേൽ പ്രവാചകൻ. ദാനിയേൽ പ്രവാചകൻ താൻ ഒരിക്കൽ പറഞ്ഞായിരുന്നു, 69 ആഴ്ചവട്ടം കഴിയുമ്പോൾ അഭിഷക്തനായ ഒരു പ്രഭു ഛേദിക്കപ്പെടും. 69 ആഴ്ചവട്ടക്കാലം കഴിയുമ്പോൾ നിന്റെ പ്രഭു, ഇത് ഇന്നൊരു കണക്ക് പറഞ്ഞു 69 ആഴ്ചവട്ടക്കാലം കഴിയുമ്പോൾ നിന്റെ ഒരു അഭിഷക്തനായ ഒരു പ്രഭു ഛേദിക്കപ്പെടും എന്ന് പറഞ്ഞ ആ കൊടുത്തിരുന്ന കാലഘട്ടത്തിന്റെ ലാസ്റ്റ് ഡേ ആണ്. കണ്ടോ, ആ വാക്യത്തിനകത്ത് ഒരു ടൈം ബൗണ്ടഡാണ്. ദൈവം ചിലത് പറയുമ്പം ടൈം ബൗണ്ടഡാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ദൈവം നിന്നെ അനുഗ്രഹിക്കാം, എന്നെങ്കിലും ശരിയായാൽ, എന്നെങ്കിലും നന്നായാൽ, എന്നെങ്കിലും ആയാൽ അനുഗ്രഹിക്കാമെന്നല്ല. ദർ ഇസ് എ ടൈം ബൗണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ദൈവം നിന്റെ ലൈഫിൽ നിന്നെ കൊണ്ടുപോകാം, എന്നെങ്കിലും, എപ്പോഴെങ്കിലും, എവിടെങ്കിലും, എപ്പോഴെങ്കിലും. നോ 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 അല്ല. ഇറ്റ് ഈസ് എ ടൈം ബൗണ്ടഡ്. നമ്മൾ പലപ്പോഴും നെഗ്ലിജൻസും ഇഗ്നോറൻസും അറിവില്ലായ്മ കൊണ്ട് നമുക്ക് പലതും പ്രാപിച്ചെടുക്കാൻ പറ്റുന്നില്ല. നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് പലതും പ്രാപിച്ചെടുക്കാൻ പറ്റുന്നില്ല. നോക്കിയേ, ഈ 497 വർഷം, അതിന്റെ കാലഘട്ടം എത്തിയപ്പോൾ ദൈവം യെരമ്യാ പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു. പക്ഷെ മടങ്ങി വരുന്നില്ല. എന്നിട്ട് ദൈവം പറഞ്ഞു, കൊടുത്തേര്. അവർക്ക് എന്റെ 7ന്റെ പ്രമാണം തെറ്റിച്ചതുകൊണ്ട് കൊടുത്തോ. സോറി, 7ന്റെ പ്രമാണം തെറ്റിച്ചതുകൊണ്ട് കൊടുത്തോ. എന്റെ 7ന്റെ പ്രമാണം തെറ്റിച്ചതുകൊണ്ട് എത്ര വർഷം കൊടുത്തു? 490 ഡിവൈഡ് ബൈ 7 എത്ര കൊടുത്തു? 70 ഉണ്ടോ? 70 years നിങ്ങൾ പ്രവാസത്തിൽ പൊക്കോളാൻ പറഞ്ഞു. 70 വർഷത്തെ നിങ്ങൾ പ്രവാസത്തിൽ പൊക്കോ. 70 വർഷം എത്തുമ്പോഴാ, ഏകദേശം 68 വർഷത്തിന്റെ പ്രവാസം എത്തുമ്പോഴാണ് നമ്മുടെ ദാനിയേൽ ഏറ്റു പറയുന്നത്. ആരുടെ തെറ്റാ ഏറ്റു പറയുന്നത്? പിതാക്കന്മാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ ഏറ്റുപറയുക. ഏറ്റുപറയുമ്പോൾ ദാനിയേൽ ഏറ്റുപറയുന്നത് മിനിമം 490 വർഷങ്ങൾക്ക് പുറകിലുള്ള തെറ്റാ ഏറ്റുപറയുന്നത്. മനസ്സിലായി? അപ്പൊ ഏറ്റുപറയാത്ത പാപങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു വാതിൽ തുറക്കപ്പെടും. ഏറ്റുപറയാത്തത് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തിന് ഡിമെൻഷ്യ ഇല്ല. ദൈവത്തിന് ഡിമെൻഷ്യ ഇല്ല. ദൈവത്തിന് നമ്മളൊക്കെ മറന്നു, പക്ഷെ ദൈവത്തിന് ഡിമെൻഷ്യ. ദൈവം എല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ ദൈവം അത് എന്നേക്കുമായി മറന്നു കളയും. പിന്നെ ദൈവം ഓർക്കത്തില്ല. ദൈവം അതിനെ എന്നേക്കുമായി മാറ്റിക്കളയുന്ന. നമ്മൾ പഠിച്ചു, ഉദയം അസ്തമനത്തോടകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മളോട് അകറ്റുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. നമ്മുടെ ദൈവം കരുണയുള്ള ദൈവമാ. നമ്മളെ റിസ്റ്റോർ ചെയ്യുന്ന ദൈവമാ. നമ്മളെ വിടുവിക്കുന്ന ദൈവമാ. നോക്കിയേ, അപ്പം ഇൻഡിവിജ്വലായിട്ട് വന്നേക്കുന്ന തെറ്റ് പലപ്പോഴും പലരും എന്തോ എടുക്കുന്ന അറിയാം, ഏറ്റുപറയത്തില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഇതൊരു ഉദാഹരണമാണ്. സ്പിരിച്വൽ വാർഫെയറിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ദൈവദാസൻ പറഞ്ഞിരിക്കുന്ന ഞാൻ കേട്ടേക്കുന്ന ഉദാഹരണമാണ്. തനിക്ക് ഭയങ്കരമായിട്ട് ആത്മമണ്ഡലത്തെ തിരിച്ചറിയാം. പിശാച് ഒരു വ്യക്തിക്ക് ചുറ്റും, ഒരു വ്യക്തിയുടെ നേരെ എങ്ങനെ ക്ലെയിം ചെയ്ത് താൻ ദൈവവചനത്തിൽ കൂടെ താൻ മനസ്സിലാക്കിയതാ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിപ്പിച്ചതുപോലെ കേട്ടോ, ദൈവം എന്നോട് പറഞ്ഞ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു ആ വിഷയങ്ങളൊക്കെ. സാത്താൻ ദൈവസന്നിധിയിൽ ചെന്ന് വാദിക്കും, ഇവനെ തൊടണം, ഇവനെ നശിപ്പിക്കണം, ഇവനെ തകർത്ത് കളയണം എന്ന് പറഞ്ഞ് ഇങ്ങനെ വാദിച്ചു അവനെ തകർത്ത് കളയാൻ പോകും. അപ്പം നിങ്ങൾക്ക് ആ സിസ്റ്റം ഞാൻ പഠിപ്പിച്ചായിരുന്നു. ഷൗലിന്റെ കാര്യം ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചായിരുന്നു. ഒരു ദൈവദാസൻ ഒരിക്കൽ പ്ലെയിനിൽ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് തന്നോട് കർത്താവ് പറഞ്ഞ് പ്ലെയിനകത്തിരുന്ന് പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. താൻ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പം തൻ്റെ ഉള്ളി വരിക, ഈ പ്ലെയിനെ നശിപ്പിച്ചു കളയാൻ സാത്താൻ ദൈവസന്നിധിയിൽ ബാധിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇതിനകത്ത് പാപം ചെയ്ത് മ്ലേച്ഛതയ്ക്കകത്ത് അല്ലെങ്കിൽ അന്യായ ശക്തികളുടെ അകത്ത് പെട്ടുകിടക്കുന്ന അവന്റെ ആൾക്കാർ തന്നെയുണ്ട്. അവനെന്തിനാ വാദിക്കുന്നത്? നശിപ്പിച്ചു കളയാൻ. അപ്പൊ അവനിങ്ങനെ വാദിക്കുക, ഇവരെ ഇപ്പം നശിപ്പിച്ചു കളയണം. സാത്താന്റെ തന്ത്രം എന്തോന്നറിയാമോ? ആ പ്ലെയിൻ തകർത്ത് കളയുന്നതോടുകൂടെ ദൈവത്തിന്റെ മക്കളായിട്ടുള്ളവരും ആ കൂട്ടത്തിൽ തകരണം എന്ന് പറഞ്ഞ് ദൈവം പറഞ്ഞു, നീ പ്രാർത്ഥിക്കുക. ഈ മനുഷ്യൻ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുക.
പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് തനിക്ക് മനസ്സിലാക്കി കൊടുക്കുക, ദൈവം ആ പ്ലെയിൻ തകർത്ത് കളയാൻ, സാത്താൻ തകർത്ത് കളയാനുള്ള പദ്ധതികളെ കർത്താവ് മാറ്റിക്കളഞ്ഞു. കർത്താവ് അതിനെ തകർത്ത് കളഞ്ഞു. എന്താ കാരണം എന്നറിയാമോ? ഈ മനുഷ്യൻ അന്യഭാഷയെ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്കും കൂടെ വേണ്ടി ഇടിവിൽ നിൽക്കുക. മറ്റുള്ളവർക്കും കൂടെ വേണ്ടി ഇടിവിൽ നിൽക്കുക. സാത്താൻ പലതും ചെയ്യുന്നത് അവൻ പെർമിഷൻ എടുത്തിട്ടാ ചെയ്യുന്നത്. നമ്മൾ കണ്ടു, സാത്താന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, തലയിലെ ഒരു മുടി പോലും താഴെ പോകണമെങ്കിൽ ദൈവം അറിയാതെ താഴെ പോകത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ പെർമിഷനും ഉണ്ട്, ദൈവത്തിന്റെ അനുവാദമുണ്ട്. ദൈവത്തിന് അനുവാദമുണ്ട്, ദൈവത്തിന് അറിവുമുണ്ട്. ദൈവം ചിലതിനെ അയക്കും. ആ ദൈവം അയക്കുന്നതാണ്. അതൊന്നും ചെയ്യാൻ പറ്റില്ല. മറ്റുള്ള ദൈവത്തിന് അറിയാം. ദൈവം അയക്കുന്നതല്ല, ദൈവത്തിന് അറിയാം. അവന്റെ വേലി തുറന്നു കിടക്കുക. ദൈവം അവനോട് ഇത്രയും നാളും കാത്തിരുന്നു. അവന്റെ വേലി കെട്ടാൻ ദൈവം അവസരം കൊടുത്തു. ദൈവത്തിന് അറിയാം സാത്താൻ കയറി വരും, അവൻ വാദിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു ടൈം കഴിയുമ്പം ദൈവത്തിന് അറിയാം. ദൈവം മിണ്ടാതിരിക്കും. കാരണം ദൈവത്തിന് പറയാൻ പാടില്ല. പാപത്തിന് ശിക്ഷയുണ്ട്. ആ വ്യക്തി യേശുവിന്റെ രക്തത്തിൽ മറയണം. നോക്കിയേ, അപ്പം ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾ ദൈവസന്നിധിയിൽ പോയി പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ, ബലഹീനതകൾ നിമിത്തമാണോ എൻ്റെ ജീവിതത്തിൽ നഷ്ടം പറ്റുന്നത്? ദൈവം എനിക്കത് വെളിപ്പെടുത്തി തരണം. എൻ്റെ ജീവിതത്തിലെ കുറവോ ബലഹീനതയോ നിമിത്തമാണ് എൻ്റെ ലൈഫിൽ ചിലത് അറ്റാക്കുകൾ വരുന്നതെങ്കിൽ ദൈവമേ എനിക്കത് വെളിപ്പെടുത്തി തരണമേ എന്ന് ദൈവത്തോട് നിങ്ങൾ ചോദിക്കണം. ചോദിക്കുമ്പോൾ ദൈവം അത് വെളിപ്പെടുത്തി തരും. കേട്ടോ, എന്നെ കേൾക്കുന്ന നിങ്ങൾ ദൈവമക്കൾ ഓരോരുത്തരും, പ്രായമുള്ളവരും മാതാപിതാക്കളും മാത്രമല്ല, നിങ്ങൾ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ, എന്ന് വെച്ചാൽ നിങ്ങൾ യൗവനക്കാരുൾപ്പെടെ, നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങൾ ചിലത് ചോദിക്കണം. ഈ പ്രായത്തിൽ, കാരണം സ്പിരിച്വൽ ബ്ലെസ്സിങ് ആ മോനെ കോളേജിലെ ബ്ലെസ്സിങ്, കോളേജിന്റെ സർട്ടിഫിക്കറ്റിനെക്കാൾ ഏറ്റവും വലുത്. കേട്ടോ, ഞാൻ എഡ്യൂക്കേഷൻ എടുക്കാൻ വേണ്ടി മാക്സിമം ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നിങ്ങളുടെ എഡ്യൂക്കേഷൻ കളയിൽ യു ഹാവ് ടു ബി ഇൻ ഹയർ ലെവൽ, അതിനുവേണ്ടി. പക്ഷേ അവിടെ അല്ല, സ്പിരിച്വൽ കാര്യങ്ങൾക്ക് നിങ്ങളുടെ കണ്ണ് തുറന്ന് ഡിവൈൻ വിസ്ഡം നിന്റെ മേ തന്ന, നീ PhD എന്തൊക്കെ എടുക്കുന്നതിനെക്കാട്ടിലും വലിയ വിസ്ഡമാണ് ദൈവോധനത്തിൽ കൂടെ ഉള്ള വിസ്ഡം, സ്പിരിച്വൽ ഇൻസൈറ്റ്. അതുകൊണ്ട് ആത്മീക കാര്യങ്ങൾക്ക് ഭയങ്കര പ്രാധാന്യം കൊടുക്കണം. ആത്മീക കാര്യങ്ങൾ വളരെ ഡിസിപ്ലിനായിട്ട് പ്രാധാന്യം കൊടുക്കണം. അതിനുവേണ്ടി ഭയങ്കര പ്രാധാന്യം കൊടുക്കണം. വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ തുറക്കപ്പെട്ട വാതിൽ അടയ്ക്കണം. ദാനിയേല് ഇൻഡിവിജ്വൽ പ്രാർത്ഥന. ഇവിടുത്തെ നെഹമ്യ, ദാനിയേൽ ഏകദേശം 17-ാമത്തെ വയസ്സിലാ താന്, കേട്ടോ, ബാബിലോണിലെത്തി. 17-ാമത്തെ വയസ്സിൽ തൻ്റെ മുമ്പിൽ ബാബിലോണിയ രാജാവ് ആഹാരം കൊണ്ടുവന്ന് വെച്ചു. യങ് ഒരു ചെറുക്കൻ്റെ മുമ്പിൽ ആഹാരം കൊണ്ടുവച്ചു. 17 വയസ്സുള്ള ഒരു പയ്യൻ നല്ലവണ്ണം ഫുഡ് കഴിക്കത്തില്ലേ, ആഹാരം കൊണ്ടുവച്ചു. പക്ഷെ ദാനിയേൽ എന്തോ പറഞ്ഞു? ദാനിയേൽ പറഞ്ഞു, എനിക്ക് രാജാവിന്റെ സാധുഭോജനം എനിക്ക് വേണ്ട. അത് ജയിക്കാൻ ഉള്ള, അല്ലെങ്കിൽ അതിനെ എന്തുകൊണ്ടെന്നുള്ളതിനുള്ള അറിവും സ്പിരിച്വൽ ഇൻസൈറ്റും ആർക്കുണ്ടായിരുന്നു? ദാനിയേൽ ഉണ്ടായിരുന്നു. നമുക്ക് സ്പിരിച്വൽ ഇൻസൈറ്റ് ഇല്ല. നമുക്ക് ആഹാരം എന്ന് പറഞ്ഞാൽ വയറ് നിറച്ച് കഴിക്കും. നമ്മുടെ മാതാപിതാക്കളെ പഠിപ്പിച്ചിട്ടില്ല. എൻ്റെ വീട്ടിൽ അങ്ങനെ ആയിരുന്നു. വയറ് നിറച്ച് ആഹാരം കഴിക്കുക, 3 നേരം ആഹാരം കഴിക്കുക, വിശക്കും വന്ന് കഴിക്കുക. അങ്ങനെ അല്ലായിരുന്നു വേണ്ടിയത്. ഒരു ഡിസിപ്ലിൻ വേണമായിരുന്നു ആഹാരത്തിന്. നമ്മളുടെ പല ജീവിതം അങ്ങനെ പ്രോഗ്രാമായി പോയി. ഇന്ന് നമുക്ക് സമയത്ത് കിട്ടിയില്ല, പിന്നെ ദേഷ്യമാണ്. പ്രത്യേകിച്ച് ചോറും മോരുകറിയും കിട്ടിയില്ല, മലയാളികൾക്ക് പെട്ടെന്ന് ദേഷ്യമാണ്. ചോറും മോരുകറി മീൻകറി ഇല്ലെങ്കിൽ പിന്നെ വേറെ എന്ത് കഴിച്ചാലും അവർക്ക് സ്വസ്ഥതയില്ല, ഉറക്കം വരത്തില്ലെന്ന്. രാത്രി ചോറ് കഴിച്ചില്ല, ഉറക്കം വരത്തില്ലെന്ന് എന്ന് പറയുന്ന പോലെ. പക്ഷെ ഈ ചെറുക്കനെ തൻ്റെ മാതാപിതാക്കൾ പ്രോഗ്രാം ചെയ്തു. കേട്ടോ, നിങ്ങൾ വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതം എവിടെങ്കിലും തുറക്കപ്പെട്ട വഴികൾ ഉണ്ടെങ്കിൽ അത് അടയ്ക്കണം. അപ്പോൾ ഒന്നാമത് ആരാ വാതിൽ തുറന്നിട്ടേക്കുന്നത്? ഫോർ ഫാദേഴ്സ്. നിങ്ങളുടെ കുടുംബത്തിനകത്ത് എവിടെയെങ്കിലും വാതിൽ തുറന്ന ഒരു വീട്ടിലാണ്, ഞാൻ വാതിൽ എന്ന് പറയുന്നത് എന്തുവാ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കാം, ഡോറുകൾ, വാതിലുകൾ, വേലികൾ പൊളിഞ്ഞ വീട്ടിലാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലും അതേ വേലികൾ തകരപ്പെട്ടതായിരിക്കും. നിങ്ങൾ വ്യക്തിപരമായി ദൈവത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് ചുറ്റും വേലി ബിൽഡ് ചെയ്യണം. നിങ്ങൾ വ്യക്തിപരമായി, കുടുംബപരമായി നിങ്ങൾക്ക് ചുറ്റിനും എന്തോ ചെയ്യണം? വേലി ബിൽഡ് ചെയ്യണം. രണ്ടാമത് ഏറ്റുപറയേണ്ടത്, അല്ലെങ്കിൽ രണ്ടാമത്തെ റീസൺ,
ഇൻഡിവിജ്വലായിട്ട് കേട്ടോ. സഭയായിട്ട് നമുക്കൊരു വേലിയുണ്ട്. സഭയായിട്ട് ഇപ്പം നമ്മുടെ ഈ ഡോറ് എല്ലാം അടച്ചേക്കുവാ, ജനലും ഡോറും എല്ലാം അടച്ചേക്കുവാ. സഭയിലുള്ള വിശ്വാസിയായിട്ടുള്ള ഒരാൾ, ലീഡറായിട്ടുള്ള ഒരാൾ ഡോറ് തുറക്കാതെ ഇതിനകത്തേക്ക് ഒരാൾക്ക് കയറാൻ പറ്റത്തില്ല. ആണോ? നിങ്ങളുടെ വീട്ടിലെ ഉടമസ്ഥനായ ഒരാൾ പോയി വാതിൽ തുറക്കാതെ, അത് അപ്പനായിരിക്കാം, അമ്മയായിരിക്കാം, കുഞ്ഞുങ്ങളായിരിക്കാം, മക്കൾ ആരെങ്കിലും ആയിരിക്കും, മരുമക്കളോ മക്കളോ ആരെങ്കിലും ആട്ടെ, കൊച്ചുമക്കളോ ആരെങ്കിലും ആട്ടെ, അവർ പോയി ഡോറ് തുറക്കാതെ ഒരു കാര്യം അകത്തോട്ട് കയറാൻ പറ്റത്തില്ല, അല്ലേ? വീടിന്റെ ഡോറ്, സ്പിരിച്വൽ ഡോർ അതോറിറ്റി ഉള്ള ഒരാൾക്ക് തുറക്കാനേ പറ്റത്തുള്ളൂ, അല്ലാതെ തുറക്കത്തില്ല. ഇപ്പൊ ഈ വാതിൽ ഇപ്പൊ ആര് പോയി തുറന്നാലും തുറക്കും, മനസ്സിലായി? ഈ വാതിലൊക്കെ ആര് പോയി തുറക്കും. പക്ഷെ നിങ്ങളുടെ ആത്മീയ വാതിൽ അങ്ങനെ ആർക്കും തുറക്കാൻ പറ്റത്തില്ല. ആ കുടുംബത്തിന്റെ വാതിൽ തുറക്കാൻ അതോറിറ്റി ഉള്ള ഒരാൾക്ക് മാത്രമേ തുറക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിക്കണം. നിങ്ങൾ ആരോടൊക്കെയാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിനകത്ത് വിടുതൽ നടന്നെങ്കിലേ പറ്റത്തുള്ളൂ. ലൈഫിനകത്ത് ആഴമേറിയ വിടുതലുകളെ നടക്കാൻ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ അനുഗ്രഹവും നടക്കത്തുള്ളൂ. വിടുതൽ നടക്കുന്നില്ല. വിടുതൽ നടക്കാതെ അനുഗ്രഹം എങ്ങനെ വരും? മനസ്സിലാവുന്നുണ്ടോ? നമ്മള് മുറിവിന്റെ മേലിൽ മരുന്ന് വെച്ച് കെട്ടി കുറച്ചാൾ കഴിയുമ്പോൾ കാല് പഴുത്ത് മുറിഞ്ഞു പോകത്തുള്ളൂ, അല്ലേ? കാലയിലൊക്കെ മുറിവ് വന്നു, മരുന്ന് കെട്ടി മരുന്ന് പഴുപ്പിന്റെ മേളിൽ മരുന്ന് കെട്ടി കാല് മുറിച്ചു കളയാൻ ഗതികേട് വരും. പക്ഷെ അങ്ങനല്ല വേണ്ടിയത്. കുറച്ച് വേദന എടുത്തായാലും, കുറച്ച് പെയിൻ വന്നായാലും ആ മുറിവിനെ ആ പഴുപ്പിനെയും വെച്ച് അതിനെ ഞെക്കി ചാടിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് വേദനയാ, നിങ്ങൾക്ക് ആ ഡോക്ടറെ കാണുമ്പോൾ ദേഷ്യം വരും. പക്ഷേ ചില അമ്മമാർ ആ കൊച്ചിനെ അവിടെ കൊണ്ടുപോകത്തുള്ളൂ, അല്ലേ? അവൻ കിടന്ന് അലറി വിളിച്ച് പറയും, ഡോക്ടറിനോട് കുറച്ച് ദേഷ്യം വരും, പിന്നെ അമ്മ അവിടെ തന്നെ കൊണ്ടുപോകത്തുള്ളൂ. പക്ഷെ ഡോക്ടർക്കും അമ്മയ്ക്കും അറിയാം കുറച്ചു നാൾ കഴിയുമ്പോൾ ഇവൻ തുള്ളിച്ചാടി നടക്കുമെന്ന്. അത് കാണുമ്പോൾ ഇവന് സുബോധം വരുമ്പോൾ അറിയാടാ ആ ഡോക്ടറായിരുന്നു നല്ലത്, എന്നെ പ്രോപ്പർലി ട്രീറ്റ് ചെയ്ത ഡോക്ടറായിരുന്നു നല്ലത്. കർത്താവിന്റെ വചനം നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ, കർത്താവിന്റെ വചനം നിങ്ങളോട് ആഴത്തിൽ ഇടപെടുമ്പോൾ നിങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കണം. വ്യക്തിപരമായി തുറന്നു കൊടുത്ത വാതിലുകൾ ഉണ്ടെങ്കിൽ അടയ്ക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഒന്നാമത്തെ ഏതാ? പാരമ്പര്യമായിട്ട്. ഫോർ ഫാദേഴ്സ് എന്ന് മാത്രമല്ല, മദേഴ്സ് ഉണ്ട്, നിങ്ങളുടെ സിബ്ലിങ്സ് ഉണ്ട്, നിങ്ങളുടെ ചില വീടുകൾ ജോയിന്റ് ഫാമിലിയാ, ചില വീട് ജോയിന്റ് ഫാമിലിയാ. ആ വീടിനകത്തുള്ള എവിടെയെങ്കിലും വാതിൽ തുറന്ന് അതൊക്കെ പല രീതികൾ നിങ്ങളെ അറ്റാക്ക് ചെയ്യാം. പക്ഷേ ഇന്ന് പകൽ നിങ്ങളത് മനസ്സിലാക്കി ബിൽഡ് ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിന് ചുറ്റും നിങ്ങൾ ദൈവത്തിന്റെ കാവൽ ബിൽഡ് ചെയ്യണം. മൂന്നാമത്തേത് അതോറിറ്റീസ്. ഞാനിത് ഒത്തിരി പഠിപ്പിക്കാറുള്ള, പ്രത്യേകിച്ച് ജനറേഷണൽ പ്രോബ്ലങ്ങൾ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഇത് ഒത്തിരി ഞാൻ പഠിപ്പിക്കും. മൂന്നാമത്തെ അതോറിറ്റീസ് അല്ലേ? ഇതിനകത്ത് ഒരു വേർഡ് കൂടെ ഞാൻ പറയട്ടെ. എപ്പോഴാകുന്നോ ആത്മീക കാവൽ നഷ്ടമാകുന്നത്, ആ സമയത്താണ് സ്പിരിച്വൽ അറ്റാക്ക് വരുന്നത്. എപ്പോഴാകുന്നോ സ്പിരിച്വൽ കാവൽ നഷ്ടമാകുന്നത്, ആ സമയത്താണ് ഫിസിക്കൽ അറ്റാക്ക് വരുന്നത്. മനസ്സിലായോ? ആത്മീക കാവൽ ഒരു വ്യക്തിയിൽ നിന്ന് നഷ്ടമായി, അന്നേരമാണ് ഫിസിക്കലി ഭൗതികമായ അറ്റാക്കുകൾ വരുന്നത്. ആ വേർഡ് മനസ്സിലായോ? എപ്പോഴാകുന്നോ നിങ്ങളുടെ മീതെയുള്ള ആത്മീക കാവൽ നഷ്ടമാകുന്നത്, അന്നേരമാണ് ഭൗതിക അറ്റാക്കുകൾ വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ആ വേർഡ് നിങ്ങൾ മറക്കല്ലേ. ഇനി അതോറിറ്റീസ് എന്നുള്ള വേർഡ് ഞാൻ പറയാം. അതോറിറ്റീസ് എന്നുള്ള വേർഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ രാജാക്കന്മാരുടെ പുസ്തകം അല്ലെങ്കിൽ ന്യായാധിപന്മാരുടെ പുസ്തകം ഇവിടെയൊക്കെ പഠിക്കുമ്പം കാണാം, വ്യക്തിപരമായ തെറ്റ് നിമിത്തമല്ല ദേശം കഷ്ടപ്പെട്ടത്. രാജാക്കന്മാരും ദൈവമാക്കിയവരും പാപം ചെയ്തത് നിമിത്തം, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, പിതാക്കന്മാർ, അതാ ദാനിയേൽ ഏറ്റു പറയുന്നത്, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, പിതാക്കന്മാർ, ഇവര് ദൈവസമയം തെറ്റ് ചെയ്തു. രാജാക്കന്മാർ തെറ്റ് ചെയ്തു, പാപം ചെയ്തു. ജനമല്ല പാപം ചെയ്തേ. ആരാ പാപം ചെയ്തേ? രാജാക്കന്മാർ, പ്രഭുക്കന്മാർ തെറ്റ് ചെയ്തു. തെറ്റ് ചെയ്തപ്പം രാജ്യത്തിന്റെ ബൗണ്ടറി പൊളിഞ്ഞു.
എന്തു പറ്റി? ഇങ്ങോട്ട് കഷ്ടത കയറി, പ്രയാസം കയറി. അത് കയറി ബുദ്ധിമുട്ട് വന്നപ്പം ജനത്തെ അത് ബാധിച്ചോ? ബാധിച്ചോ? ബാധിച്ചു. ഈ ജനത്തെ കയറി ഇത് ബാധിച്ചു. രാജാക്കന്മാർക്ക് അതോറിറ്റിയിൽ ഇരിക്കുന്നവർ ചില കാര്യങ്ങൾ ചെയ്തത് നിമിത്തം ആ രാജ്യം മൊത്തം പ്രശ്നം വരാൻ തുടങ്ങി. അപ്പൊ ഇതുപോലെ അത് നമ്മളെ കൂടെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ബൈബിളിലെ ഒരു പ്രമാണമാണ്. ഞാൻ ഈ പറഞ്ഞ ക്ലിയർ ആയോ? നിങ്ങൾക്കിത് ഇതുപോലെ ദേശത്തുള്ള അധികാരികൾ പാപം ചെയ്തു. അത് ഗവൺമെന്റ് പരമായിട്ടുള്ള ഇലക്റ്റഡ് ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ സെലക്ടഡ് ആൾക്കാരായിരിക്കാം. രാജാക്കന്മാർ പോലെയുള്ള അല്ലെങ്കിൽ സെലക്ടഡ് ആൾക്കാരായിരിക്കാം, ഇലക്റ്റഡ് ആൾക്കാരായിരിക്കാം കേട്ടോ. ഇവര് പാപം ചെയ്തു. ദേശത്തേക്ക് ശത്രുവിന് കയറി വരാൻ അവരുടെ ദേശത്തിലുള്ള മതിൽ പൊളിഞ്ഞു. ശത്രു കയറി വന്നു, കൃഷി മൊത്തം പോയി. പക്ഷെ ഇൻഡിവിജ്വലി വലിയ നഷ്ടം പറ്റിയിട്ടില്ല. പക്ഷെ കൃഷി പോയി, സമ്പത്ത് പോയി, അങ്ങനെ കിടക്കുക. ഇതൊക്കെയാ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലും രാജാക്കന്മാരുടെ പുസ്തകത്തിലും കാണുന്നത്. എന്തുവാന്നറിയാമോ? ദേശത്തെ അധികാരികൾ പാപം ചെയ്ത നിമിത്തം നമ്മുടെ ജീവിതത്തിലും ഇത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എവിടെ ആയിരുന്നോ കഴിഞ്ഞ നാളുകളിൽ, ആ അതോറിറ്റീസ് വാതിലുകൾ പൊളിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആരും അറിയത്തില്ലായിരിക്കും, രഹസ്യത്തിലായിരിക്കും, പൊളിച്ചു കൊടുത്തുകൊണ്ടെങ്കിൽ ആ ജനം കിടന്ന് കഷ്ടപ്പെടുക. ജനത്തിന് ഉയരാൻ പറ്റുന്നില്ല. രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, അധികാരികൾ ഇനി എന്ത് ചെയ്യണം? അവരുടെ തെറ്റുകളും കൂടെ നിങ്ങൾ ഏറ്റുപറയണം. ദാനിയേല് പ്രവാസത്തിൽ പോയത് ദാനിയേല് ചെയ്ത പാപമാണോ, രാജാക്കന്മാരും പ്രഭുക്കന്മാരും പിതാക്കന്മാരും ചെയ്ത പാപമാണോ? രാജാക്കന്മാരെന്ന് ഒന്നാമത് എഴുതിയേക്കുന്നത്, 2 പ്രഭുക്കന്മാരെന്ന് എഴുതിയേക്കുന്നത്, 3 പിതാക്കന്മാരെന്ന. ഇവൻ നെഹമ്യാവ്, എസ്ര, ഇവരെല്ലാം ഏറ്റു പറയുന്ന ഈ വേർഡാ. കർത്താവേ, ഞങ്ങളുടെ രാജാക്കന്മാർ, ഞങ്ങളുടെ പ്രഭുക്കന്മാർ, ഞങ്ങളുടെ പിതാക്കന്മാർ, ഞങ്ങളും പാപം ചെയ്തു, ഞങ്ങൾ വികടമായി നടന്നു, ഞങ്ങൾ തെറ്റ് ചെയ്തു, ഞങ്ങൾ ക്ഷമിക്കണേ, ഞങ്ങളെ മടക്കി വരുത്തണേ. സ്വന്തം ദേശം പോയി. നിങ്ങൾക്കിത് ക്ലിയർ ആവുന്നുണ്ടോ? അതോറിറ്റീസ്, അധികാരികൾ, നിങ്ങളത് തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ഒരു കാവലിന് വേണ്ടി, നിങ്ങൾ വിതയ്ക്കുന്നത് നിങ്ങൾക്ക് കൊയ്യണം, നിങ്ങൾ അധ്വാനിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കണം, നിങ്ങൾ ഉണ്ടാക്കുന്ന പണം നിങ്ങൾക്ക് നന്മയായി തീരണമെങ്കിൽ ഇങ്ങനെ കിടക്കുന്ന വേലികൾ കെട്ടണം, മതിലുകൾ കെട്ടണം, കാവലുകൾ ബിൽഡ് ചെയ്യണം, സ്പിരിച്വൽ കാവൽ ബിൽഡ് ചെയ്യണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒന്നാമത്തെ വിഷയം അതോറിറ്റീസ്. ഏത് അതോറിറ്റീസ്? ദേശത്ത് തെരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ സെലക്റ്റഡ് ആയിട്ടുള്ളോ ഇലക്റ്റഡ് ആയിട്ടുള്ളതോ. കാരണം തിയോക്രസിക്കകത്ത്, അല്ലെങ്കിൽ തിയോക്രസി അല്ല, ഈ ഡെമോക്രറ്റിക്കിനകത്താണ് ഇലക്റ്റഡ് വരുന്നത്. രാജാക്കന്മാരുടെ സിസ്റ്റം വരുമ്പം അതൊക്കെ സെലക്റ്റഡാ. അവർ സെലക്ട് ചെയ്യാം, അടുത്ത പിതൃപാരമ്പര്യം അനുസരിച്ച് പോവാം, അല്ലെങ്കിൽ സെലക്ട് ചെയ്യാം, ഇലക്ട് ചെയ്യുകയല്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഡെമോക്രാറ്റിക്കകത്ത് എന്തോ ചെയ്യുക? അല്ല, ഡെമോക്രാറ്റിക്കിനകത്ത് ഇലക്ട് ചെയ്യുക, വോട്ടിട്ട് തിരഞ്ഞെടുക്കാം. ഇലക്റ്റഡ് ആയിരിക്കാം, സെലക്റ്റഡ് ആയിരിക്കാം. അവർ തുറന്നു കൊടുത്താൽ, അതോറിറ്റീസ് തുറന്നു കൊടുത്താൽ ആ ദേശത്തുള്ള ജനം കഷ്ടപ്പെടും. ഇതുപോലെയുള്ള മറ്റൊരു കാര്യമാണ് സ്പിരിച്വൽ അതോറിറ്റി. നിങ്ങൾ ഒരു സ്പിരിച്വൽ അതോറിറ്റിയുടെ കീഴിലാണ്. ഒരു സഭയാകട്ടെ, ഒരു ലീഡർ ആകട്ടെ, ഒരു കാര്യത്തിന്റെ കീഴിലാണ്. ആ മനുഷ്യൻ വിക്കടാണെങ്കിൽ, കണ്ണിങ് ആണെങ്കിൽ, ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ മീതെയുള്ള സ്പിരിച്വൽ അതോറിറ്റി തനിക്കറിയാം. ഇന്ന വ്യക്തികളുടെ മേലെ എനിക്ക് സ്പിരിച്വൽ അതോറിറ്റി ഉണ്ട്. താൻ അത് നെഗറ്റീവായിട്ട് തൻ്റെ സഭയുടെ മേലെയോ ആ ഓർഗനൈസേഷന്റെ മേലെയോ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വിശ്വാസികളെല്ലാം കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. പൊട്ടക്കിണറ്റിലെ കിണറ്റി വീണ തവള കിടന്ന് കറങ്ങുന്നത് പോലെ ഇതെല്ലാം കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. ഒരാൾ രക്ഷപ്പെടത്തില്ല. അദ്ദേഹത്തിന്റെ പരിധിക്കകത്ത് അദ്ദേഹം നിർത്തിയിരിക്കും. ഒരു സൈക്കോളജിക്കലി, ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്ത്, ചിലപ്പോൾ സ്പിരിച്വലിയും ചെയ്യും. സൈക്കോളജിക്കൽ ബ്ലാക്ക്മെയിൽ. ഓയ്യോ, അത് അങ്ങനെയൊക്കെ, അത് നിങ്ങൾ ഇന്നടത്ത് പോയത് കൊണ്ടാണ് ഇന്ന പ്രശ്നം വന്നത്, ഞങ്ങളെ വിട്ട് അവിടെ പോയത് കൊണ്ടാണ് ഇന്ന പ്രശ്നം വന്നത്. പിന്നെ ഒന്ന് എറിഞ്ഞു നോക്കും.
നിങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സൈക്കോളജിക്കൽ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ചെയ്ത് നിങ്ങളെ ഒരു പരിധിക്കകത്ത് നിർത്താൻ ശ്രമിക്കും. ചില സ്പിരിച്വൽ ലീഡേഴ്സ് ഉണ്ട്, അവരെ വിളിക്കുന്ന കണ്ണിങ്, അവരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. അവരെ സൂക്ഷിച്ച് പ്രാർത്ഥനയിൽ കൂടെ മാത്രമേ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. പ്രാർത്ഥനയിൽ കൂടെ. ഞാൻ പലപ്പോഴും ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഏതെങ്കിലും സ്പിരിച്വൽ അതോറിറ്റീസ് നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവേ, ദൈവത്തോട് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിന്റെ ഹിതമല്ലാത്തത്, വചനത്തിന്റെ ഹിതമല്ലാത്തത് ആരെങ്കിലും കർത്താവെ എൻ്റെ ജീവിതത്തെയും എൻ്റെ കഴിവിനെയും എൻ്റെ നന്മയും ചൂഷണം ചെയ്യാൻ, ഞാൻ ദൈവഹിതത്തിലേക്ക് വളർന്നു പോകാതെ, ശുശ്രൂഷയിൽ പ്രയോജനപ്പെടാതെ, ദൈവത്തിന്റെ പദ്ധതികളിലേക്ക് ഉയരാതെ എന്നും ഒരു സ്ഥലത്തിട്ട് കറക്കാൻ എന്നെ ശ്രമിക്കുന്ന ആ എതിർ പ്രാർത്ഥനയും ദുഷ്ട ആ ആലോചനയും ഉണ്ടെങ്കിൽ അത് എൻ്റെ മീതെ നിന്ന് തകർന്നു പോകട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ നിങ്ങളുടെ തലയെ കൈവച്ച് ശാസിച്ച് പ്രാർത്ഥിക്കണം. എന്നിട്ട് നിങ്ങൾ വ്യക്തമായി പ്രാർത്ഥിക്കണം, കർത്താവേ, ദൈവഹിതമായിട്ടുള്ള ആ ആൾക്കാർ മാത്രം എൻ്റെ തലയിൽ കൈവെക്കാവേ, ദൈവഹിതമായിട്ടുള്ള പ്രാർത്ഥന മാത്രം എൻ്റെ മീതെ നടക്കാവേ, ഞാൻ അങ്ങയുടെ വകയാ, ഞാൻ ദൈവസഭയെ ഓർഗനൈസേഷനെ ഞാൻ ബഹുമാനത്തോടുകൂടെ നന്മയോടെ അനുഗ്രഹത്തോടെ വിശ്വസ്തനായി ഞാൻ സേവിച്ചോളാം. നിങ്ങൾ നിൽക്കുന്ന ഒരു ഓർഗനൈസേഷൻ ഒരിക്കലും പ്രശ്നം ഉണ്ടാക്കരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസ്തരല്ലെങ്കിൽ പിന്നെ ദൈവം നിങ്ങളോട് എങ്ങനെ വിശ്വസ്തരാകും? ഞാനത് പറയുന്ന വേർഡുകൾ നിങ്ങൾ വളരെ ബാലൻസ്ഡ് ആയിട്ട് മനസ്സിലാക്കാം കേട്ടോ. നമ്മളെ ദൈവം ഒരിടത്തുകൊണ്ട് നിർത്തിയെങ്കിൽ അവിടെ നിങ്ങൾ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം, എല്ലാ അളവിലും ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. പക്ഷെ വിക്കഡായിട്ടുള്ള യാതൊരു സമ്പ്രദായവും നിങ്ങളുടെ മേലെ നടക്കാതെ ദൈവസഭ, ദൈവജനം പരിജ്ഞാനമുള്ളവരായിത്തീരും. ഈസ് ഇറ്റ് ക്ലിയർ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ കേട്ടോ? എത്രയോ സംഭവങ്ങൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. ചിലർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കർണാടകയിലോ ബാംഗ്ലൂരിലോ കേരളത്തിലോ ഒന്നുമല്ല, ഒരു സ്ഥലത്ത് ഞാനൊരു ദൈവദാസന് ആലോചന പറയാ, ആ സഭയിലെ വിശ്വാസിയോട് ഒരു ആലോചന പറയാ, ദൈവം പറയാ, ഞാൻ ആ സമയത്തോടുണ്ട്, മകനെ, നിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് ദൈവം അയക്കും, അവിടെ ദൈവം നിന്നെ ഉപയോഗിക്കും, നീ ദൈവത്താൽ പ്രയോജനപ്പെടും, ദൈവത്തിന് നിന്നെ കുറിച്ച് പദ്ധതിയുണ്ട്. അതിനർത്ഥം ഇവിടെ സഭയെ പൊട്ടിച്ചിട്ട് പോകാനല്ല, സഭയെ ഉപദ്രവിക്കാനല്ല, ഉണ്ടെങ്കിൽ അവന്റെ മേൽ ദൈവ ശിക്ഷയായിട്ട് കണക്കിടും. കാരണം ദൈവസഭയെ തൊടല്ല, ശരീരമാകുന്ന സഭയെ തൊടല്ല. നീ ഇവിടെ വിശ്വസന, ദൈവം നിന്നെ അദ്ദേഹത്തിന്റെ ജോലി ട്രാൻസ്ഫർ ആയി അദ്ദേഹം വേറെ സ്ഥലത്ത് പോകും. എനിക്കറിയാം, ദൈവം ജോലി ട്രാൻസ്ഫർ, കാരണം തന്നെ ഗവൺമെന്റ് ജോലി ട്രാൻസ്ഫർ ആയി വേറെ സ്ഥലത്ത് പോകും. അവിടെ ദൈവം അയക്കുന്നതിനൊരു പദ്ധതിയുണ്ട്. നിനക്ക് പേര് താൻ പറയാം, എനിക്ക് അടുത്ത കുറച്ച് ദിവസം ട്രാൻസ്ഫർ ഉണ്ട്, ഈ വർഷം എനിക്ക് ട്രാൻസ്ഫർ ഉണ്ട്, നിന്നെ ഇന്നടത്തേക്ക് കൊണ്ടുപോകും, അവിടെ നിനക്ക് ദൈവത്തിന് നിന്നെ കുറിച്ച് ചെയ്യാനുള്ള വേലയുണ്ട് എന്ന് പറയുമ്പം മറ്റേ പുള്ളിക്കാരൻ കൊണ്ട് വന്നിട്ട് മാറ്റിയിട്ട് പറയാം, ഈ പുള്ളി പോകത്തില്ല, അത് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ക്യാൻസൽ ചെയ്യും ട്രാൻസ്ഫർ. പുള്ളി പോകത്തില്ല, പുള്ളി ഇന്ത്യയുടെ വെളിയിലും പോകത്തില്ല, എങ്ങും പോകത്തില്ല, ഞാൻ അത് പ്രാർത്ഥിച്ച് ക്യാൻസൽ ചെയ്യും. അവസാനം തമ്പുരാൻ ഈ മറ്റേ പുള്ളിക്കാരനെ കൊണ്ടുപോവുകയും ചെയ്തു, ഈ പുള്ളിയോടുള്ള സാധനം പോവുകയും ചെയ്തു. ശുശ്രൂഷയിൽ പുള്ളിക്ക് പ്രയോജനപ്പെടാനും പറ്റിയില്ല, ശുശ്രൂഷയ്ക്കകത്ത് പുള്ളിക്ക് അത് പ്രയോജനപ്പെടാനും പറ്റിയില്ല. വിക്കഡായിട്ടുള്ള അതോറിറ്റീസിന്റെ പ്രാർത്ഥന നിങ്ങളുടെ മേൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ക്യാൻസൽ ചെയ്യണം. കർത്താവേ, എൻ്റെ സ്പിരിച്വൽ ലൈഫ് ദൈവത്തിൽ വളരണം കേട്ടോ. ഞാൻ എൽബദേൽ ഏജിയെ കുറിച്ച്, നമ്മുടെ ഈ ചർച്ചിനെ കുറിച്ച് പറയാം. ഇതുകൊണ്ടാണ് നിങ്ങളോട് ബോൾഡായിട്ട് ഞാൻ പഠിപ്പിക്കുന്നത്, വളരെ പ്രാഗൽഭ്യത്തോടും ബോൾഡായിട്ടും പഠിപ്പിക്കും. എനിക്കറിയാം ഈ സഭയ്ക്കകത്ത് ദൈവം വരുന്നവരെയൊക്കെ ദൈവം കൊണ്ടിരുന്നവരാണ്. ഞാനിവിടെ നിങ്ങളെ കെട്ടിയിട്ട് നിങ്ങൾ എൻ്റെ കാര്യത്തിന് വേണ്ടി എൻ്റെ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് എനിക്ക് സഭ നിറയണമെന്ന് ആഗ്രഹമുണ്ട്. സഭയ്ക്കകത്തുനിന്ന് ഒരാൾ പോകുമ്പോൾ നിങ്ങൾക്ക് വളരെ മാന്യമായിട്ട് സഭയെ ഉപദ്രവിക്കാതെ, ഒരു വ്യക്തിയെ ഉപദ്രവിക്കാതെ വളരെ മാന്യമായിട്ട് നിങ്ങൾക്ക് പോകാം. അതുകൊണ്ട് എന്താ, നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും, നന്മയായിരിക്കും. സഭയെ ഉപദ്രവിക്കല്ലേ. നിങ്ങൾക്ക് സഭയുടെ അകത്തുനിന്ന് നിങ്ങൾക്ക് ഇഷ്ടമില്ലയോ, ഒറ്റയടിക്ക് ഇഷ്ടം വരെ പിശാച് കൊണ്ട് തരുന്നതുകൊണ്ട്. പക്ഷെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം, കർത്താവെ പ്രാർത്ഥിക്കണം. പക്ഷെ ദൈവം നിങ്ങൾക്ക് ഒരു പൂർണ്ണ നിയോഗം തരിക, പൂർണ്ണ നിയോഗം. കർത്താവിന്റെ ദാസനോട് പറയുക, എന്നോട് പറയുക, പ്രാർത്ഥിക്കുക. ഞാൻ ചോദിക്കും, ക്ലാരിഫൈ ചെയ്യാനുള്ള എല്ലാം ക്ലാരിഫൈ ചെയ്യിക്കും. എവിടെയെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യും. പക്ഷെ പിശാചി നിങ്ങളെ പിടിതുകൊണ്ട് പോകുന്നതെന്നും കൂടെ എനിക്ക് അറിയണം. അതോ ദൈവത്തിന്റെ ഹിതമാണോ? അല്ല, നിങ്ങൾക്ക് പോകണോ, പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് നിങ്ങളെ വിടും. നിങ്ങൾ അടുത്ത സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ഗ്രോ ആവും. കാരണം നിങ്ങൾ ഒരു സഭയെ ഉപദ്രവിച്ചിട്ടില്ല, നിങ്ങളുടെ സഭ. പക്ഷേ നമ്മുടെ അകത്ത് പിശാചി നമ്മളെ പറിക്കാൻ വേണ്ടി ഭയങ്കര ആശയങ്ങൾ കൊണ്ടും കേട്ടോ, സൈക്കോളജിക്കൽ ആശയം കൊണ്ടുവരും. ഭയങ്കര തന്ത്രശാലി അവൻ.
തിരിച്ചറിയണം. ദൈവം നിങ്ങളെ ഒരു സ്ഥലത്ത് നിർത്തുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ മക്കളാ. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാ. നിങ്ങൾക്ക് കയറി സഭയെ ചൊറിയാൻ പറ്റത്തില്ല, സഭയ്ക്ക് കയറി നിങ്ങളെ ചൊറിയാൻ പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് കയറി സഭയെ കയറി ഉപദ്രവിക്കാൻ പറ്റത്തില്ല, നിങ്ങളെ സഭയ്ക്ക് അല്ലെങ്കിൽ സഭയെന്ന് പറയാൻ പറ്റത്തില്ല, പാസ്റ്റർക്ക് കയറി നിങ്ങളെ ഉപദ്രവിക്കാൻ പറ്റത്തില്ല. രണ്ടുപേരും ദൈവസഭയിൽ കണക്ക് കൊടുക്കണം. വിശ്വാസിയും കണക്ക് കൊടുക്കണം, ഇടയനും കണക്ക് കൊടുക്കണം. ഏറ്റവും കൂടുതൽ കൊടുക്കണം ഇടയനാ. അപ്പൊ ദൈവമക്കളുടെ ലൈഫിൽ നിങ്ങൾ വ്യക്തമായിട്ടും വളരെ പ്യുവറായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് നിങ്ങൾ കൂടുതൽ ദൈവത്തോട് അടുക്കത്തേ ഉള്ളൂ. നിങ്ങൾ പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾ ചലഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ഇളക്കാൻ പറ്റത്തില്ല. ഇത് വന്നത് ഇനി എൻ്റെ തെറ്റാണോ, എന്ത് ചെയ്യും കർത്താവേ, അത് അവരുടെ മിസ്റ്റേക്ക് ആണോ, എൻ്റെ മിസ്റ്റേക്ക് ആണോ? ഈ കലക്ക വെള്ളത്തിലിട്ട് ആരെങ്കിലും ഒരാൾ പാസ്റ്റർ മീൻ പിടിക്കാൻ നോക്കിയാലോ? നോ. കലക്ക വെള്ളത്തിലിട്ട് മീൻ പിടിക്കുക അല്ല വേണ്ടിയേ, നിങ്ങളെ പണിയാ ചെയ്യേണ്ടി. നിങ്ങൾ ദൈവത്താൽ പണിയുന്നവരാകട്ടെ. അതോറിറ്റീസ്, ഇങ്ങനെയുള്ള ഏതെങ്കിലും വിക്കഡ് അതോറിറ്റീസ്, ഇൻസെക്യൂരിറ്റിയുള്ള അതോറിറ്റീസ്, ജലസിയുള്ള അതോറിറ്റീസ് ആരെങ്കിലും കീഴി നിന്നിട്ടുണ്ടോ നമുക്ക് വളരാനും പറ്റത്തില്ല. അവര് നമ്മുടെ പല നന്മകളെ മുടക്കിക്കളയും, നമ്മുടെ യാത്രകളെ മുടക്കിക്കളയും. അവരോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ നമ്മൾക്ക് ജീവിതത്തിൽ സ്പിരിച്വലി സ്ട്രഗിൾസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബി വെരി കെയർഫുൾ. ഇങ്ങനെയുള്ളതിന് എല്ലാം വേലികൾ തുറന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. ചിലർ നമ്മളെ ഭയങ്കരമായിട്ടും അവർ വിക്കടാ, അതുകൊണ്ട് അവര് നമ്മളെ ബുദ്ധിമുട്ടായി കളയും. ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ വണ്ടി പോയി ആക്സിഡന്റ് ആയി. ഞങ്ങളെല്ലാം കൂടെ പോയി ആക്സിഡന്റ് ആയി കഴിയുമ്പം ചില ആൾക്കാർ ചോദിക്കും, എടാ ആക്സിഡന്റ് ആയത് എന്തുവാന്ന് ഞങ്ങൾ രണ്ടും കൂടെ പ്രാർത്ഥിക്കുക, ദൈവം എന്തുകൊണ്ട്. ഇപ്പൊ എനിക്കറിയാം അതൊരു സ്പിരിച്വൽ അറ്റാക്കായിരുന്നു. ദൈവം അതിനകത്ത് പ്രൊട്ടക്ഷനും അതെല്ലാം ദൈവം അതിനെ കാണിച്ച് മനസ്സിലാക്കി തരിക. എന്താണെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാൻ റെഡിയാ. സ്പിരിച്വൽ അറ്റാക്കാണ്. ദൈവം വിടുതൽ തന്നെങ്കിലേ ഉള്ളൂ. കാരണം പൗലോസിന് ജീവിതത്തിൽ ഇഷ്ടം പോലെ കഷ്ടത വന്നു. കാരണം ശുശ്രൂഷപരമായിട്ടുള്ള, ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചു, ശുശ്രൂഷപരമായിട്ട് എപ്പോഴും അങ്ങനെ ഇടി നടക്കുവാണെങ്കിൽ അത് എൻ്റെ മിസ്റ്റേക്കാണ്. പോകുന്നിടത്ത് എല്ലാം വണ്ടി പോയി ഇടിക്കുവാണെങ്കിൽ, ഇങ്ങോട്ട് വന്ന് ഇടിക്കുവാണെങ്കിൽ ദാറ്റ് ഇസ് മൈ മിസ്റ്റേക്ക്. എൻ്റെ എവിടെയോ കാവൽ പോയി കിടക്കാം. പക്ഷെ ചിലയിടത്ത് സ്പിരിച്വൽ അറ്റാക്ക് വരാം. ഓക്കെ, ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പം ഇതിനകത്തൂടെ ഇപ്പം നിങ്ങൾക്കാ സംഭവിച്ചത്. ഞാൻ നിങ്ങളോട് പറയാ, നിങ്ങൾ നാട്ടിൽ എൻ്റെ ഇഷ്ടമല്ലാത്ത ഏതോ സഭയിൽ പോയി അതുകൊണ്ട് എഴുതി നടന്നേ. വിശ്വാസികൾ കിടന്ന് കറങ്ങും, പിശാച് കിടന്ന് മുതലെടുക്കും. അല്ല, നിങ്ങളെ കറക്റ്റായിട്ട് പഠിപ്പിച്ചാണ് മോനെ, അത് ഡിസേൺ ചെയ്യണം. ഇത് എൻ്റെ ഭാഗത്ത് വേലി തുറന്നതാണോ, അതോ നിന്റെ സ്പിരിച്വൽ അറ്റാക്കാണോ, അതോ പാരമ്പര്യമാണോ, എന്തുവാ? അതോ നിങ്ങൾ ദൈവഹിതമല്ലാത്ത സഭയ്ക്ക് വിരുദ്ധമായിട്ട് എവിടെയെങ്കിലും പോയിട്ട് വരുവാന്നോ? മോനെ, അങ്ങനെ ചെയ്യല്ലേ. നീ ദൈവസന്നിധിയിൽ നീതിയുള്ളവരും ട്രാൻസ്പെറന്റ് ആയിരിക്കുക. നീ ദൈവസന്നിധിയിൽ നിന്റെ ഹൃദയം വിശുദ്ധമായിരിക്കുക. ദൈവസന്നിധി നിന്റെ ഹൃദയം വിശുദ്ധമാണെങ്കിൽ നിനക്ക് ഭയങ്കര ധൈര്യമാണ്. മനസ്സിലായി? നിങ്ങളുടെ ലൈഫിൽ വരുന്ന കാര്യങ്ങളെ പ്രോപ്പർലി ഡിസേൺ ചെയ്യണം. അപ്പം അതോറിറ്റീസ് നിമിത്തം വന്നതിനെ ബ്രേക്ക് ചെയ്യണം. ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പം എത്രയോ ആൾക്കാർ, പ്രത്യേകിച്ചും ജനറേഷൻ ക്രോണിക്, എൻ്റെ കർത്താവ്, ഈ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നവരെക്കാട്ടിലും ഇത് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഒത്തിരി പേര്. പാരമ്പര്യ കാര്യങ്ങൾ. രണ്ടാമത് ചോദിച്ചിട്ടുള്ള ഇതാ, പാസ്റ്റർ ഞങ്ങൾക്കൊരു ഡൗട്ടുണ്ട്. എൻ്റെ ഒത്തിരി യാത്രകളെ തകർത്തു, എൻ്റെ ശുശ്രൂഷകളെ ചിലർ തകർത്തു, എൻ്റെ ജീവിതത്തെ പലയിടത്തും ട്രബിളായി, ഞാൻ ഒത്തിരി വിശ്വസിച്ചു പോയി. ഞാൻ ഇനി അതിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തില്ല. യു ഹാവ് ടു പ്രേ, പ്രാർത്ഥിക്കണം. അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് സാമുവേലിന്റെ ലീഡർഷിപ്പിൽ ജനം എന്തുവായി? സ്വസ്ഥത അനുഭവിച്ചു. ശമൂവേലിന്റെ ലീഡർഷിപ്പിൽ എന്തോ അനുഭവിച്ചു? ജനം സ്വസ്ഥത അനുഭവിച്ചു. പുള്ളി രാജാവല്ല, പുള്ളിക്ക് വലിയ കിരീടമില്ല, ചെങ്കോലില്ല, പടയാളികളില്ല, ഒന്നുമില്ല. പക്ഷേ താൻ വിശ്വസ്തനായിരുന്നു. ശമൂവേൽ വിശ്വസ്ത പ്രവാചകനായിരുന്നു. അതുകൊണ്ട് വിശ്വസ്ത പ്രവാചകനായതുകൊണ്ട് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് പ്രൊഫറ്റ് സാമുവേൽ ഇസ്രായേൽ എന്തോ അനുഭവിച്ചു? സ്വസ്ഥത അനുഭവിച്ചു. പക്ഷേ അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് കിങ് സോൾ, ശൗൽ രാജാവിന്റെ ലീഡർഷിപ്പിൽ പുള്ളിക്ക് ജലസി ഉണ്ടായിരുന്നു, ഇൻസെക്യൂരിറ്റി ഉണ്ടായിരുന്നു, പുള്ളിക്ക് ഈഗോ ഉണ്ടായിരുന്നു, അനുസരണക്കേടുണ്ടായിരുന്നു, ദൈവത്തെ അനുസരിക്കത്തില്ല, എല്ലാം ഉണ്ടായിരുന്നു. പുള്ളി രാജാവാ. പക്ഷെ അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് കിങ് സോൾ
ഇസ്രയേൽ ട്രബിൾഡായി. ഇസ്രയേൽ അറിയാം എന്തോ സംഭവിക്കാൻ പോവാ, എന്തോ ബുദ്ധിമുട്ട്. പോകുന്നിടത്തൊന്നും രാജാവുണ്ട്, പക്ഷെ സ്വസ്ഥതയില്ല, വിടുതലില്ല. ജനദേശത്തിനൊരു നന്മയില്ല, സ്വസ്ഥതയില്ല. അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് സമൂവേൽ, പുള്ളി രാജാവല്ല, ചെങ്കോലില്ല, കിരീടമില്ല. പക്ഷെ ജനം എന്തോ അനുഭവിച്ചു? സ്വസ്ഥത. പക്ഷെ രാജാവ് വന്നപ്പോഴോ രാജാവ് വിക്കടായിരുന്നു. ഇൻസെക്യൂരിറ്റിയും ജലസി. ജോനാഥനോട് പറഞ്ഞു എന്തോ, എടാ നിന്നെ ആ രാജാവാക്കേണ്ടത്, നീ ആ ദാവീദിന്റെ കൂട്ടുപിടിക്കല്ലേ, നീ ദാവീദിന്റെ കൂട്ടുപിടിക്കല്ലേ, നീ അവനെ കൊന്നുകളാ, എന്നാ രാജ്യത്ത് നിനക്ക് സ്ഥിരമാവും, നിനക്ക് അറിയത്തില്ലയോ? ഇൻസെക്യൂരിറ്റി. എന്തു പറ്റി? ഈ മനുഷ്യൻ എല്ലാവരുടെയും മുന്നിൽ രാജാവായിട്ട് ഭരിച്ചു, പക്ഷെ ദേശത്ത് അസ്വസ്ഥതയായിരുന്നു. ഇനിയും അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് കിങ് ഡേവിഡ് ഇസ്രയേൽ എസ്റ്റാബ്ലിഷ് ആയി. ഇസ്രയേൽ എസ്റ്റാബ്ലിഷ് ആവുന്നതിന് ആ വേർഡിന്റെ അർത്ഥം ജനം എസ്റ്റാബ്ലിഷ് ആയെന്ന്. മനസ്സിലായോ? ഞാൻ എസ്റ്റാബ്ലിഷ് ആയി, നിങ്ങളെല്ലാം ഇങ്ങനെ നിന്നും കിടന്ന് ഇങ്ങനെ കിടക്കാം. നോ 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 നോ. നിങ്ങൾ സഭ ഇസ്രയേൽ എസ്റ്റാബ്ലിഷ് ആയെന്ന് പറഞ്ഞാൽ ആ വേർഡിന്റെ അർത്ഥം എന്തോ? ദേശത്തുള്ള ജനങ്ങൾ അനേകർ ഇസ്രയേൽ സ്വസ്ഥതയായി, എസ്റ്റാബ്ലിഷ് ആയി. നിങ്ങൾ മനസ്സിലാക്കിയോ? ഈ വേർഡുകളൊക്കെ നിങ്ങൾക്ക് പിടുത്തം കിട്ടുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞ ദൈവമക്കളെ, ഈ വേർഡൊക്കെ മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ഇന്ന് ഇവിടെ കൊണ്ട് നിർത്താം, പക്ഷെ അല്ലെ അല്പം കൊണ്ട് മുന്നോട്ട് പോവാം. 3 രീതിയിലാണ് വാതിലുകളെ തുറക്കുന്നത്. 3 രീതിയിലാണ് വാതിലുകളെ തുറക്കുന്നത്. 3 രീതിയിലെ വാതിലുകളെ തുറക്കുന്നത്. ഒന്നാമത്തെ രീതി ഏതാ? ഒന്നാമത്തെ രീതി, പൂർവ്വപിതാക്കന്മാരും മാതാക്കളും തുറന്നു കൊടുത്ത വാതിലുകൾ ഉണ്ടെങ്കിൽ അടയ്ക്കണം. നിങ്ങളുടെ ലൈഫിൽ തുറന്നിടരുത് ദൈവമക്കളെ. 2, ഇൻഡിവിജ്വൽ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം ദൈവസ്ഥലിൽ നിങ്ങൾ കറക്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് ദൈവം തരുന്ന നന്മ ശത്രു അടിച്ചുകൊണ്ട് പോകാൻ അനുവദിക്കൽ, ആ വേലിക്കകത്ത് കയറാൻ അനുവദിക്കൽ. പ്രാർത്ഥനയാകുന്ന ആ വേലിക്കകത്ത് നിങ്ങൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യണം. സഭയെ പ്രൊട്ടക്ട് ചെയ്യണം, കുടുംബത്തെ പ്രൊട്ടക്ട് ചെയ്യണം, നിങ്ങൾക്കുള്ള നന്മയെ പ്രൊട്ടക്ട് ചെയ്യണം, അനുഗ്രഹത്തെ പ്രൊട്ടക്ട് ചെയ്യണം. കർത്താവെ, ഇത്രയും ചിലരുടെ നഷ്ടം പറ്റിപ്പോയി, കർത്താവ് ഇനി അനുവദിക്കത്തില്ല, ഇനി വിട്ടുകൊടുക്കല്ലേ. കേൾക്കുന്നുണ്ടോ? ഇനി വിട്ടുകൊടുക്കരുത്. യു ഹാവ് ടു ഫൈറ്റ്. നിങ്ങൾ ഫൈറ്റ് ചെയ്യണം. സ്പിരിച്വലി നിങ്ങൾ ഫൈറ്റ് ചെയ്താൽ, ഞാൻ പറഞ്ഞ അടി ഉണ്ടാക്കാനല്ല കേട്ടോ. നമുക്ക് ജഡരക്തങ്ങളോട് പോരാട്ടം ഇല്ല. പുതിയ നിയമത്തിലുള്ളവരെല്ലാം നാം ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡിന്റെ അർത്ഥം ശത്രുവിനോട്, ഇരുട്ടിന്റെ ശക്തികളോട് ഫൈറ്റ് ചെയ്യണം. വിട്ടുതരത്തില്ല, എൻ്റെ നന്മയെ തരത്തില്ല, എൻ്റെ അനുഗ്രഹത്തെ ഞാൻ തരത്തില്ല. എൻ്റെ നന്മ നിങ്ങൾക്ക് അതിനോട് ദേഷ്യം തോന്നാം, ഇല്ല. ടേക്ക് റെസ്പോൺസിബിലിറ്റി. എൻ്റെ നന്മയെ വിട്ടുതരത്തില്ല. നിങ്ങളെ ഏൽപ്പിച്ച ചെറിയ കാര്യത്തിൽ നിങ്ങൾ വിശ്വസ്തനാണെങ്കിൽ ദൈവം നിങ്ങളെ അധികത്തിൽ വിചാരകനാകും. നോക്കിയേ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം ദൈവസന്നിധിയിൽ വിശുദ്ധമാകട്ടെ കേട്ടോ. ദൈവസന്നിധിയിൽ കറക്റ്റ് ചെയ്യാൻ സമയമെടുക്കണം. ദൈവവചനം നമ്മളെ നമ്മളെ ബിൽഡ് ചെയ്യുന്ന മക്കളെ എല്ലാം കൊണ്ടുവന്ന് കമത്തിയിട്ട് വെള്ളം ഒഴിക്കുന്നതല്ല. നിങ്ങളെ ബിൽഡ് ചെയ്യുന്ന ദൈവവചനം. നിങ്ങൾ പണിയുന്നവരാകട്ടെ, ദൈവത്തിൽ കൂടുതൽ കർത്താവിനോട് അടുക്കുന്നവരാകട്ടെ, കൂടുതൽ പ്രാർത്ഥിക്കുന്നവരാകട്ടെ, കൂടുതൽ വചനം ധ്യാനിക്കുന്നവരാകട്ടെ, കൂടുതൽ ദൈവത്തോട് അടുക്കുന്നവരാകട്ടെ. ഏത് പ്രശ്നങ്ങൾ വരുമ്പോഴും എന്ത് വരുമ്പോഴും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. എൻ്റെ ദൈവം അറിയാതെ യാതൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രൂവ് ചെയ്ത് തരാം. ഒരിടത്തുനിന്നല്ല, ഒത്തിരിടത്തും പ്രൂവ് ചെയ്ത് തരാം. എല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടാ. ദൈവം അനുവദിച്ചതല്ല, ദൈവം അറിയാതെയല്ല. ഇത് ദൈവം അറിഞ്ഞുകൊണ്ടാന്ന് വന്നേ. അപ്പം ദൈവത്തോട് ഞാൻ കൂടുതൽ ചേർന്ന് നിന്നാൽ എല്ലാ കാര്യത്തിനകത്തും ദൈവത്തിന് സൊല്യൂഷനുണ്ട്. ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം, നിങ്ങൾ മറക്കാതിരിക്കാൻ. ഭയങ്കര ഒരു പിയാനോയുടെ ഒരു കോൺസേർട്ട് നടക്കാം. പിയാനോ എല്ലാം സെറ്റ് ചെയ്തു, ഭയങ്കര പിയാനോ, വലിയ പിയാനോ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ആൾക്കാരെല്ലാം, ഓഡിയൻസ് എല്ലാം വന്നു. ഭയങ്കര ഒരു മെഗാ ഒരു കോൺസെർട്ട് നടക്കാം. ആൾക്കാരെല്ലാം വന്നു, എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ പിയാനോ വായിക്കുന്ന പിയാനിസ്റ്റ് പറഞ്ഞു താൻ വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുക.
വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് താൻ വന്നു, തന്നെ അവിടെ ഇരുന്നു, കോട്ടൊക്കെ വെച്ചു. പണ്ട് ആ വായന കേൾക്കാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. ഇങ്ങനെ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഒരു കൊച്ചു ചെറുക്കൻ, അവന് അപ്പൻ്റെ അമ്മയുടെ കൈ പിടിച്ച് പിടുത്തം വിട്ടിട്ട് അവൻ ഓടിപ്പോയെന്ന് അറിയാമോ, ഈ കയറാൻ വയ്യാത്ത ചെയറിലോട്ട് അവൻ വലിഞ്ഞു കയറി അതിലോട്ടിരുന്നു. അവൻ കുത്തി ഇതിലോട്ട് കൈ വെച്ചിട്ട് അവൻ ഇങ്ങേപ്പുറത്ത് ഒരു ഋതവും ഇല്ല, കോഡും ഇല്ല, അവനൊന്നും അറിയത്തില്ല. പുള്ളി അങ്ങനെ ഇങ്ങനെയൊക്കെ വായിച്ചു. ഒരു ഋതവും ഇല്ല, ഒരു കോഡും ഇല്ലാതെ അവൻ അങ്ങോട്ട് വായിച്ചു. പക്ഷെ ഇവൻ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ, എന്താ പറയുക, അപ്പനും അമ്മയും എടുക്കാൻ വന്നു. അപ്പൊ ആ പിയാനിസ്റ്റ് വന്നു. എടുക്കണ്ടെന്ന് പിയാനോ ഗ്രാൻഡ് മാസ്റ്ററാ പുള്ളി. എന്നിട്ട് ഒരു ചെയർ എടുത്തോട്ട് ഇപ്പുറത്തോട്ട് നീക്കിയിരുന്നു. ആ ചെറുക്കൻ അങ്ങേ സൈഡിലോട്ട് ഇരുത്തി. അവൻ അവിടെ എന്തൊക്കെ ഓഫ് കോഡ് ഓഫ് ഋതം വായിച്ചോ അതിനനുസരിച്ച് ഇപ്പുറത്തിരുന്ന് ആ പുള്ളി ബ്യൂട്ടിഫുൾ മ്യൂസിക് ഉണ്ടാക്കി. മനസ്സിലായോ? ഈ കൊച്ചു കുഞ്ഞ് ഇപ്പുറത്തിരുന്ന് അവനൊരു ഋതവുമില്ലാതെ, അവനൊരു കോഡുമില്ലാതെ, അവന്റെ രീതിയിൽ അങ്ങുന്നൊക്കെ ഇങ്ങനെ വായിച്ചോണ്ടിരിക്കുമ്പോൾ മറ്റേ പുള്ളി ഒന്ന് ഇപ്പുറത്തോട്ട് ഇരുന്നിട്ട് ഇങ്ങേ സൈഡിലോട്ട് കീബോർഡിന് ഇങ്ങേ സൈഡിലോട്ട് ഇരുന്നിട്ട് അവന്റെ ആ അവതാളത്തെ, അവന്റെ ആ ഓഫ് ട്യൂണിനെയും ഓഫ് ഋതത്തെയും ഇങ്ങേപ്പുറത്തോട്ട് അവൻ വായിക്കുന്നതിന്റെ ഇടയ്ക്ക് വായിച്ച് ഇദ്ദേഹം ഇവിടെ ബ്യൂട്ടിഫുൾ ഒരു മ്യൂസിക് ആക്കി. കേട്ട് നിന്ന് പോലെ അതിശയിച്ചു പോയി. ജനമെല്ലാം എഴുന്നേറ്റ് കൈയടിച്ചു. നമ്മുടെ ലൈഫിലും ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാലും ക്രിയേറ്ററിന്റെ കൈകളിലോട്ട് നീ ഒന്ന് കൊടുക്കാമെങ്കിൽ, നിന്റെ ലൈഫിനെ അവൻ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയി മാറ്റാൻ എൻ്റെ ദൈവം വിശ്വസ്തന ആണോ? അയ്യോ, ഒരു സ്തോത്രം പറഞ്ഞേ. നിങ്ങളുടെ ലൈഫിന് എന്തും വരട്ടെ, പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ടതുപോലെ ചിന്തിക്കണം. റൈറ്റ് പേഴ്സ്പെക്റ്റീവിലായിരിക്കണം കാര്യങ്ങളെ അഡ്രസ് ചെയ്യുന്നത്. എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വന്നതിൽ നിന്നകത്തൂടെ നിങ്ങൾ വളരാൻ തുടങ്ങും. ഓക്കെ, ഇൻഡിവിജ്വലായിട്ട് ഈ വേർഡ് നിങ്ങൾ മറക്കല്ലേ. എപ്പോൾ സ്പിരിച്വൽ കാവല് പോകുമോ അന്നേരമാണ് ഫിസിക്കൽ അറ്റാക്ക് വരുന്നത്, കേട്ടോ. പക്ഷെ എവിടെയെങ്കിലും ഒരു അറ്റാക്ക് വന്നു, എല്ലാത്തിനും എൻ്റെ ചിലത് നിങ്ങളുടെ മീതെ വരുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ശുശ്രൂഷ നിമിത്തമുള്ള അറ്റാക്ക് ആയിരിക്കാം. അതിനെ ഡിസേൺ ചെയ്യണം. ഞാൻ ഏത് പരീക്ഷയിൽ ഇപ്പോൾ ഉള്ളത് എന്ന് ഡിസേൺ ചെയ്യണം. ഫിസിക്സിന്റെ പരീക്ഷയിലാണോ, ബയോളജിയുടെ പരീക്ഷയിലാണോ, കെമിസ്ട്രിയുടെ പരീക്ഷയിലാണോ, മാത്സിന്റെ പരീക്ഷയിലാണോ, ഹിസ്റ്ററിയുടെ പരീക്ഷയിലാണോ എന്ന് നിങ്ങൾ ഡിസേൺ ചെയ്യണം. അല്ലെ നിങ്ങൾ തിരിച്ചറിയണം. ഹിസ്റ്ററിയുടെ പരീക്ഷയുടെ അന്ന് മാത്സിന്റെ ആൻസർ എഴുതി വെച്ചാലോ, ഫിസിക്സിന്റെ പരീക്ഷയുടെ അന്ന് കെമിസ്ട്രിയുടെ ആൻസർ എഴുതി വെച്ചാലോ. നിങ്ങൾ പലപ്പോഴും വിശ്വാസികൾ ചെയ്യുന്ന ഇതാ. ഹിസ്റ്ററിയുടെ പരീക്ഷയുടെ അന്ന് അവർ ഭയങ്കര മാത്സിന്റെ കാൽക്കുലേഷൻ എഴുതി പോകും. എത്ര കറക്റ്റ് ആണെങ്കിലും തെറ്റാ. നിങ്ങളുടെ ലൈഫിൽ ഒരു സ്പിരിച്വൽ പ്രോബ്ലം ആണോ, അതിനെ സ്പിരിച്വലി അഡ്രസ് ചെയ്യണം. ഫിസിക്കലി വരുന്നതാണോ, അതിനെ അതിന്റെ പരിജ്ഞാനത്തിൽ അഡ്രസ് ചെയ്യണം. സൈക്കോളജിക്കലി ആണോ, സൈക്കോളജിക്കലി അഡ്രസ് ചെയ്യണം. ഇമോഷണലി ആണോ, ഇമോഷണലി അഡ്രസ് ചെയ്യണം. ഇതിന് ദൈവവചനം പഠിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അഡ്രസ് ചെയ്യേണ്ടത് പോലെ അഡ്രസ് ചെയ്യണം. ഇത് ചിലത് കാണുമ്പോൾ അറിയാം, ലക്ഷണം കാണുമ്പോൾ അറിയാം ഏതാ രോഗമെന്ന് എന്ന് പറയുന്ന പോലെ നമ്മുടെ ലൈഫിലുള്ളതിനെ പരിശുദ്ധാത്മാവാണ് ഏറ്റവും നല്ല ടീച്ചർ. നിങ്ങളുടെ ലൈഫ് വളരട്ടെ. അടുത്തൊരു പ്രതിസന്ധി വരുമ്പോൾ ഇതിനകത്ത് കിടക്കല്ലേ, ഈ പ്രതിസന്ധി വന്നു, ഫെയിലിയർ, ഗുഡ്, നല്ലതാ. ഞാൻ ഇതിനകത്തുനിന്ന് ഫെയിലിയറാ ഒത്തിരി ലെസൺ പഠിപ്പിക്കുന്നത്. അതിനെ റൈറ്റ് പേഴ്സ്പെക്റ്റീവിൽ എടുക്കണം, കേട്ടോ. ഫെയിലിയറാ നിങ്ങൾക്ക് ഒത്തിരി വിസ്ഡം തരുന്നത്. ഫെയിലിയർ നിങ്ങളെ ഒത്തിരി പരിജ്ഞാനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരും. അനുഭവം ഒത്തിരി പരിചയം ഒത്തിരി പരിജ്ഞാനം തരും, കേട്ടോ. ആ നിങ്ങളുടെ ലൈഫിൽ പറ്റിയത് അത് നിങ്ങൾ റൈറ്റ് പേഴ്സ്പെക്റ്റീവിലാണ് ചിന്തിക്കുന്നെങ്കിൽ കടന്നു പോവാം. ഒത്തിരി പ്യൂരിഫൈ ആയി, അടുത്തത് പ്യൂരിഫൈ ആയിപ്പോയി. നിങ്ങൾ ഓരോ ദിവസവും ഉയർന്നുകൊണ്ടിരിക്കും. പ്രതിസന്ധികളാണ് നിങ്ങളെ ഉയർത്തിയതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതെല്ലാം ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയി തീരും. അല്ല, ഇതിനെ എടുക്കേണ്ടതുപോലെ അല്ല എടുത്തതെങ്കിൽ എന്തോ എടുത്തറിയാമോ, അടുത്തടുത്ത് കയറുമ്പം നേരെ പിന്നെ ഇവിടെ വരും, ഈ കുഴിയിൽ തന്നെ വരും. പിന്നെ അടുത്തടുത്തോട്ട് കയറും, അവിടെ നിൽക്കാൻ പറ്റത്തില്ല, പിന്നെ ഇപ്പുറത്ത് തന്നെ വരും. മുകളിലോട്ട് കയറാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടുന്ന് നിങ്ങൾ പഠിച്ചാൽ അടുത്ത സ്റ്റെപ്പിൽ കയറി. ഇവിടുന്ന് നിങ്ങൾ പഠിച്ചാൽ
ഇവിടെ ഫെയിലിയർ വരാം, എന്ത് പറ്റും? അടുത്ത സ്റ്റെപ്പിൽ കയറാം. ഇവിടെ ഫെയിലിയർ വരാം, ഇവിടെ പഠിച്ചാൽ അടുത്ത സ്റ്റെപ്പിൽ കയറാം. അല്ല, ഇവിടെ വെച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ അടുത്ത ടെസ്റ്റ് വരും, ഇവിടോട്ട് കയറാൻ നോക്കും, പക്ഷെ അധികം നാൾ നിൽക്കത്തില്ല, പിന്നെയും കീഴ് വരും. കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ ലൈഫിൽ വരുന്നതെല്ലാം ഡിസേൺ ചെയ്യണം. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ റീസൺ, കാവൽ നഷ്ടമാകുന്നത് 3 രീതിയിലാണ് കേട്ടോ. ഇനി കർത്താവിന്റെ വചനത്തിൽ ഏതൊക്കെയാണ് റീസൺ എന്നുള്ളത്, ഇത് കൂടെ ഒന്ന് തൊട്ടിട്ട് നിർത്താം. അടുത്ത ആഴ്ച തന്നെ അതിന്റെ കാര്യങ്ങൾ പറയാം. നോക്കി, ഗലാത്യ ലേഖനം 5:19 എത്ര കൂട്ടം കാര്യങ്ങളുണ്ടെന്ന് നോക്കി. 14 കൂട്ടം കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 അല്ലേ, 17 കൂട്ടം. ഇംഗ്ലീഷിൽ എനിക്ക് തോന്നുന്നു 17 കൂട്ടം കാര്യങ്ങളുണ്ട്, മലയാളത്തിൽ കുറവാണ് അത് എഴുതിയേക്കുന്നത്. ഗലാത്യ ലേഖനം 5:19 ജഡത്തിന്റെ പ്രവർത്തികളോ. നിങ്ങൾ നോക്കിയോ, എന്നെ ശ്രദ്ധിച്ചേ, ഇത് മൊത്തം, ഈ കാര്യങ്ങൾ മൊത്തം 80% അല്ലെങ്കിൽ 90% ഇമോഷണൽ പ്രോബ്ലങ്ങളാണ്. ഒന്ന്, അഡൾട്ടറി, ഒരു വൈകാരിക ബലഹീനതയാണ്. ഫോർണിക്കേഷൻ, അൺക്ലീനസ്, നോക്കി ഇതെല്ലാം ലെവിസ്റ്റേഷൻസ്, അഡൾട്ടറി, വിച്ച്ക്രാഫ്റ്റ്, ഹേറ്റ്രഡ്, വേരിയൻസ്, ഇതെന്തുവായിരുന്നു, ഇമുലേഷൻസ്, വർത്ത്, സ്ട്രൈഫ്, സെഡേഷൻസ്, ഇങ്ങനെയുള്ള എല്ലാം ഇമോഷണൽ പ്രോബ്ലംസാണ്. ഒട്ടുമിക്ക കാര്യങ്ങളും. ഈവൻ നോക്കിയേ, ഏതനത്ത് ഇമോഷണൽ പ്രോബ്ലങ്ങൾ അല്ലാത്തതെന്ന് നിങ്ങൾക്ക് തോന്നുന്നേ, മർഡർ, അതൊരു ആങ്കർ കൊണ്ട് ഉണ്ടാകുന്നതാണോ? കൊലപാതകം നടക്കണമെങ്കിൽ ഒരു വൈകാരികമായിട്ടൊരു ദേഷ്യം, ചുമ്മാതിരുന്ന കുത്തുമാല്, ചിലത് അബദ്ധം പറ്റാം, പക്ഷെ ഇതൊക്കെ പർപ്പസ്ഫുള്ളി ചെയ്യുന്നതിന്റെ പിമ്പിൽ ഇനിയും എവിടെയാ ഐഡലട്രി. നോക്കി, വിഗ്രഹാരാധന എന്ന് പറയുന്നതും ഒരു വൈകാരികമായ ഒരു സമർപ്പണമാണ്. ഇമോഷണലി പോയി സമർപ്പിക്കുക, വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയി സമർപ്പിക്കുക. ഇതിനകത്ത് 90% സാധനങ്ങളും 90% കാര്യങ്ങളും ഇമോഷണൽ പ്രോബ്ലങ്ങളാണ്. നമ്മുടെ അകത്ത് ഇതെല്ലാം ഇരിക്കുക. ഇതുവഴി നമ്മുടെ ലൈഫിൽ ഒരു ക്ലൻസിങ് നടക്കണം. അടുത്തത്, ഇതുവഴി ഏതെങ്കിലും രീതികളായിരിക്കാം പഴയ നിയമം പഠിക്കുമ്പോഴും പഴയ നിയമ പിതാക്കന്മാർ വാതിൽ തുറന്നു കൊടുത്തത്. ഒന്നുകിൽ ഐഡലട്രി അല്ലേ, അല്ലെങ്കിൽ അഡൽട്ടറി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിതാക്കന്മാർ വിഗ്രഹാരാധന. പഴയ നിയമത്തിലെ പറഞ്ഞേക്കുന്ന വേർഡ് എന്തുവാ? അന്യ ദൈവങ്ങളെ സേവിക്കാൻ പോയി. അല്ലെങ്കിൽ എന്തുവാ പ്രധാനപ്പെട്ടത്? സാക്രിഫൈസ്, ബ്ലഡ് സാക്രിഫൈസോ അങ്ങനെയുള്ളത് ഇതിനകത്ത് വരും. അത് എല്ലാം ഈ കൂട്ടത്തിൽ വരും. അല്ലെങ്കിൽ എന്തുവാ? വ്യഭിചാരത്തിന് പോയി. പൗലോസ് എഴുതി വെച്ചേക്കുക, ഒരു ലിസ്റ്റ് എഴുതി വെച്ചേക്കുക. പഴയ നിയമത്തിനകത്തൂടെയും ജഡത്തിന്റെ പ്രവർത്തികൾ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചേക്കുക. ഇതിനകത്ത് തന്നെ ആയിരിക്കും പഴയ നിയമത്തിലുള്ള ആൾക്കാരും വീണത്. നമ്മളിത് ഏറ്റുപറയണം. കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാർ, ഞങ്ങളുടെ അതോറിറ്റീസ് എവിടെയെങ്കിലും ഈ പ്രശ്നങ്ങളിൽ വീണു പോയിട്ടുണ്ടെങ്കിൽ ദൈവമേ ഞങ്ങളോട് ക്ഷമിക്കണേ. ഞാൻ ഈ ദിവസങ്ങളിൽ വളരെ ആഴമായിട്ട് ചിന്തിക്കുന്ന കാര്യമാണ്. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലുണ്ടല്ലോ ഭയങ്കര സ്നേഹവും സമാധാനവും ക്ഷമയുമാണ്. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ എന്താ പറയുക? പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ, ആ ഇന്റൻസിറ്റി ഉണ്ടെങ്കിൽ, എത്ര ഹാർഡായിട്ടുള്ള വിഷയത്തെ നമ്മൾ എന്തോ പറ്റും, ഈസി ആയിട്ട് ക്ഷമിക്കും. അല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കറക്റ്റ് അല്ലേ? പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മളെ കൂടുതൽ സോഫ്റ്റ് ആക്കും, നമ്മൾ ക്ഷമിക്കാൻ തുടങ്ങും. എപ്പം പരിശുദ്ധാത്മാവിന്റെ ഇന്റൻസിറ്റി കുറയുമ്പോൾ അന്നേരം നമ്മൾ ഒന്നാമത്തെ കാര്യം ക്ഷമിക്കാതിരിക്കുന്നു. നമ്മളതിനെ കണ്ടീഷൻ വെക്കും.
പക്ഷെ നിങ്ങൾ ലൈഫിൽ ആഴത്തിൽ ചോദിക്കേണ്ട കാര്യം, പരിശുദ്ധാത്മാവേ അങ്ങ് എൻ്റെ ലൈഫിൽ നിയന്ത്രണം ഏറ്റെടുക്കണം. ഞാൻ പറഞ്ഞ കറക്റ്റാ? നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ലൈഫിൽ ആഴത്തിൽ ഇറങ്ങി വന്നാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ക്ഷമിക്കുന്നവരാകും. സോഫ്റ്റ് ആകും നിങ്ങളുടെ ഹാർട്ട്. ഞാൻ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുക, പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ഇന്റൻസിറ്റി കുറയുമ്പോഴാണ് നമ്മൾ എന്തോ പറ്റുന്നേ. എന്നാലും അവരെന്നോട് ചെയ്തതാ റീസൺ കണ്ടുപിടിക്കും. നമ്മളതിനെ ന്യായീകരിക്കാൻ നോക്കും, അല്ലേ? നമ്മൾ അതിന് കാരണങ്ങൾ കണ്ടുപിടിക്കും. പക്ഷെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അൺകണ്ടീഷണലി ഫോർഗീവ് ചെയ്യാൻ പറയും. കാരണം യേശു ചെയ്തത് എങ്ങനെ? ഒരാളുടെ മീതെ പരിശുദ്ധാത്മാവ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് അങ്ങനെ. എന്തോ പറ്റും? അൺകണ്ടീഷണലി ഫോർഗീവ് ചെയ്യും. റിവെഞ്ച് ചെയ്യത്തില്ല. ഓ നിങ്ങൾ മിണ്ടാതിരിക്കുന്നേ, റിവെഞ്ച് ചെയ്യുവോ? എന്ത് ചെയ്യേ? റിവെഞ്ച് അല്ലേ? ഹേറ്റ്രഡ്, റിവെല്ലിങ് അല്ലേ? വാർത്ത്, ഇതൊക്കെ അതിന്റെ മീനിങ് അല്ലേ? നോക്കിക്കേ, പരിശുദ്ധാത്മാവ് വന്നാലോ ഇതെല്ലാം ജഡത്തിന്റെ പ്രവൃത്തികളാണ്. നമുക്ക് എന്തു വേണം? ജഡത്തെ അനുസരിച്ച് നടക്കണോ ആത്മാവിനനുസരിച്ച് നടക്കണോ? നീ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നെങ്കിൽ ജഡത്തിന്റെ ഇഷ്ടം നിവർത്തിക്കുകയില്ല. നീ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നെങ്കിൽ ജഡത്തിന്റെ പ്രവൃത്തികളെ ഉടച്ചിരിക്കും, ഉടയ്ക്കും. നീ ജയിക്കും. എന്തോ ചെയ്യും? ജയിക്കും. റിവെഞ്ച് എടുക്കല്ല കേട്ടോ. അടുത്തത് കോപം വെച്ചുകൊണ്ടിരിക്കല്ലേ. മലയാളത്തിൽ വായിച്ചു നോക്കിയേ. കോപം, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വവശം, അസൂയ, പക, പിണക്കം, വെറിക്കൂത്ത്, ചാരശങ്ക, മദ്യപാനം, വെറിക്കൂത്ത്, ഇവയൊക്കെ പ്രവർത്തിക്കുന്ന ദൈവരാജ്യം പോലും അവകാശമാക്കത്തില്ല, അല്ലേ? നമ്മുടെ പിതാക്കന്മാരൊക്കെ, മാതാക്കൾ, പൂർവികന്മാർ വാതിൽ തുറന്നു കൊടുത്ത ഈ വഴിയാണെങ്കിൽ ഇത് നമ്മുടെ ഉള്ളിൽ വരല്ല. ഇത് നമ്മുടെ ഉള്ളിൽ ക്ഷമയിൽ ബിൽഡ് ചെയ്യാം. പ്രാർത്ഥിക്കാം, പരസ്പരം അനുഗ്രഹിക്കാം. ഒരു മിനിറ്റ് പരസ്പരം അനുഗ്രഹിക്കാം. കർത്താവേ, ഞങ്ങളെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. പലപ്പോഴും എനിക്കും വേദനയായിരുന്നു പലതും. എത്ര നാളെടുത്തെന്നറിയോ ഞാൻ ചിലത് കർത്താവേ എൻ്റെ മനസ്സിൽ നിന്ന് വേദന ഞാൻ എന്നെ തന്നെ പലപ്പോഴും നിങ്ങളോട് ഞാൻ ഈ വചനം പ്രസംഗിക്കുമ്പോഴും ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യുക. കർത്താവേ, എൻ്റെ ഉള്ളിൽ ഈ കയ്പോ റിവെഞ്ചോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ദൈവമേ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണേ. എന്നെ ശുദ്ധീകരിക്കാത്തടത്തോളം കാലം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ നടക്കത്തില്ല. നിങ്ങളോട് പ്രസംഗിക്കുന്നതിനേക്കാട്ടിലും മുമ്പ് ഞാൻ എൻ്റെ ഹൃദയത്തിൽ തന്നെ ചിന്തിക്കുക, ദൈവം എന്നെ ആദ്യമേ ശുദ്ധീകരിക്കണേ, എന്നെ ആദ്യം ശുദ്ധീകരിക്കണേ. താഴ്മ ധരിക്കാനുള്ള കൃപ നൽകണമേ. പരിജ്ഞാനത്തിൽ ജീവിക്കാനുള്ള കൃപ നൽകണമേ കേട്ടോ. താഴ്മയെന്ന് പറഞ്ഞാൽ പരിജ്ഞാനമില്ലായ്മയല്ല കേട്ടോ, അത് നിങ്ങൾ മനസ്സിലാക്കണം. താഴ്മയെന്ന് പറഞ്ഞാൽ പരിജ്ഞാനമില്ലായ്മയല്ല. പരിജ്ഞാനത്തിൽ ജീവിക്കണം, വിവേകത്തിൽ ജീവിക്കണം, വിശുദ്ധിയിൽ ജീവിക്കണം. ഓ ജീസസ്, പ്രാർത്ഥിച്ചേ. നമ്മുടെ കർത്താവിനെ പോലെ ജ്ഞാനം തരുന്നത് ആരുണ്ട്? നമ്മുടെ കർത്താവിനെ പോലെ നമ്മളെ ഇത്രമാത്രം സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യുന്ന ആരുണ്ട്? ദൈവത്തിന്റെ വിശുദ്ധ വചനം പോലെ, അവന്റെ പരിശുദ്ധാത്മാവിനെ പോലെ നമ്മളെ ക്ലെൻസ് ചെയ്യാൻ പറ്റുന്ന എന്തുണ്ട്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അല്ലേ? നമ്മളെ ബിൽഡ് ചെയ്യുക. ഓരോ ദിവസവും നമ്മൾ എന്തോ എടുക്കോ? ബിൽഡ് ചെയ്യുക. എന്തിനാ ബിൽഡ് ചെയ്യുന്നത്? യേശുവിനെ പോലെ ആക്കാൻ. ആരെ പോലെ ആക്കാൻ? യേശുവിനെ പോലെ ആക്കാൻ. നമുക്ക് അതിനായി ഏൽപ്പിച്ചു കൊടുക്കാം ദൈവമക്കളെ. നമ്മൾ ഈ ഭൂമിയിൽ പരദേശികളാണ്, ഒത്തിരി നാളൊന്നുമില്ല. പക്ഷെ ഉള്ള ആയുസ് തീരുന്നതിന് മുമ്പേ പണിയപ്പെടാം. പണിത് ഉയർച്ചപ്പെടാം. കർത്താവിൽ വളരാം. ഓ ജീസസ്, പ്രാർത്ഥിക്കാം. ഓ ദൈവസ്നേഹാവേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിൽ നീ എൻ പേർക്കായി ജീവൻ നിത്യ സ്നേഹമേ,
ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിൽ നീ എൻ്റെ പേർക്കായി ജീവൻ ചൊരിഞ്ഞതാം നിത്യ സ്നേഹമേ, എന്തു പകരമായി തുല്യമായി ഒന്നുമില്ല നാഥനെ, എന്ന് അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ, ഇത്രത്തോളം താതനെന്നെ സ്നേഹിച്ചുവല്ലോ, നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ, ഇത്രത്തോളം താതനെന്നെ സ്നേഹിച്ചുവല്ലോ. സഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ കൂടെ ഇരിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ ഇടത്തും വലത്തും മുമ്പിലും ഇരിക്കുന്ന മുമ്പിലും പുറകിലും ഇരിക്കുന്നവരെയൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. ഈ ദേശത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവേ, അടിയൻ സഭയെ അനുഗ്രഹിക്കുന്നു. ഇന്ന് കടന്നു വന്ന ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ആലയത്തിനകത്തുള്ള എല്ലാ ദൈവമക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ മീതെ ദൈവകൃപ പകരണമേ. ജീവന്റെ കർത്താവേ, വെളിച്ചത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി ഇവരെ സ്വതന്ത്രമാക്കട്ടെ. ഇവരുടെ മുമ്പിൽ നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും ഉരികട്ടെ, തകരട്ടെ യേശുവിന്റെ നാമത്തിൽ. സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആർ, നീ സമഭൂമിയാകും. കൃപ കൃപ എന്നുള്ള ആണിക്കല്ല് കയറ്റും. സെരുബാബേലിന്റെ കൈ ആലയത്തിന് അടിസ്ഥാനമിട്ടെങ്കിൽ അവൻ ആണിക്കല്ല് കയറ്റും. കർത്താവേ, ദൈവസഭ പണിയപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവസഭ പണിയപ്പെടട്ടെ. ഇരുളിന്റെ കോട്ടകൾ ഇടിയട്ടെ. കർത്താവേ, ഈ പട്ടണത്തിൽ കർത്താവേ സഭ അനുഗ്രഹിക്കപ്പെടട്ടെ. പട്ടണത്തിനകത്ത് ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സഭാ സംഘടന വ്യത്യാസമന്യേ ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പട്ടണം വിടുതലാകട്ടെ. പട്ടണം വിടുതലാകട്ടെ. യേശുവിൻ നാമത്തിൽ പട്ടണം സ്വതന്ത്രമാകട്ടെ. കൃപയിൽ പൊതിയണമേ. മഹത്വം ദൈവം എടുക്കണമേ. ഇന്ന് പകൽ കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. അവരെ കുടുംബങ്ങളായി, വ്യക്തികളായി അവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ സുരക്ഷ അവരുടെ മേൽ ഞാൻ റിലീസ് ചെയ്യുന്നു. സ്വർഗീയ കാവലിൽ റിലീസ് ചെയ്യുന്നു. എല്ലാ തരത്തിൽ എവിടെയെങ്കിലും ഓപ്പൺ ആയി കിടക്കുന്ന വാതിലുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം അടയട്ടെ. ദൈവത്തിൽ ഇവർ പണിയപ്പെടട്ടെ. തുടർന്നുള്ള നാളുകൾ നഷ്ടങ്ങളും അനർത്ഥങ്ങളും അപകടങ്ങളും വരാതെ അങ്ങനെ ജനത്തിന് മീതെ ദൈവത്തിന്റെ സുരക്ഷ ബിൽഡ് ചെയ്യണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ജനത്തെ സമാധാനത്തോടെ അയക്കണമേ. മഹത്വം എല്ലാം കർത്താവ് എടുക്കണമേ. എൽബെഥേൽ ചർച്ച് അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, പട്ടണം അനുഗ്രഹിക്കപ്പെടട്ടെ. കൃപയിൽ പൊതിയണം. മഹത്വം ദൈവത്തിന്. യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം തമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ കൂട്ടായ്മ സഹവാസവും നാം എല്ലാവരോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കടന്നു വന്ന ദൈവമക്കളോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന് മഹത്വം. കർത്താവിന് മഹത്വം.